കഴിഞ്ഞ ആഴ്ച സുപ്രീം കോർട്ടില് ഇൻട്രസ്റ്റിംഗ്ലി ഒരു കേസ് ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ആം, വർക്കിംഗ് ആയ സ്ത്രീകൾക്കും പഠിക്കുന്ന സ്റ്റുഡൻസായ ഫീമെയിൽസിനും മെൻസ്ട്രൽ ലീവ്സ് കൊടുക്കണം എന്ന് പറഞ്ഞൊരു കേസ് സുപ്രീം കോർട്ടിലുണ്ടായിരുന്നു. ഇതിന് റിപ്ലൈ ആയിട്ട് സുപ്രീം കോർട്ട് ആദ്യം പറഞ്ഞു ഇത് സുപ്രീം കോർട്ടിന് ഡീൽ ചെയ്യേണ്ട ഇഷ്യൂ അല്ല, ഇതിനെപ്പറ്റി ലെജിസ്ലേഷനാണ് വരേണ്ടത് വരികയാണെങ്കിൽ തന്നെ. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഒരു കമൻറ്റ് പറഞ്ഞു, ഇങ്ങനൊരു മെൻസ്ട്രൽ ലീവ് സ്ത്രീകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ, അധികം ആൾക്കാരും സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയുണ്ടായി. ആക്ച്വലി സുപ്രീം കോർട്ട് പറഞ്ഞത് ശരിയാണോ? ഇങ്ങനെ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ ലീവ്സ് അനുവദിക്കുകയാണെങ്കിൽ കൂടുതൽ പേര് സ്ത്രീകളെ ഹയർ ചെയ്യാതിരിക്കാനോ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാതിരിക്കാനോ കാരണമായി തീരാൻ സാധ്യതയുണ്ടോ? ജെൻഡർ ഇൻക്ലൂസിവിറ്റി നമ്മൾ വർദ്ധിപ്പിക്കാൻ അങ്ങനത്തെ റൂൾസും ലോസും നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്, എൻ്റെ കൂടെയുള്ളത് സോനൽ. ഇന്ന് വേറൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി നമ്മളുടെ കൂടെ പോഡ്കാസ്റ്റിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെൻസ്ട്രൽ ലീവിൻ്റെ ഒരു കേസും അല്ലാതെ തന്നെ പൊതുവെ ഉള്ള ജെൻഡർ റിലേറ്റഡ് ഇഷ്യൂസും ജെൻഡർ ലോസും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് അനു മറിയ ഫ്രാൻസിസ് ആണ്. അനു CPPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് എന്ന് പറഞ്ഞ ഒരു പബ്ലിക് പോളിസി തിങ്ക് ടാങ്ക് ആണ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്നത്. അതിലുള്ള ഒരു റിസർച്ചറാണ്. അനു എൻ്റെ ഒരു ഫ്രണ്ടും ആയിരുന്നു കുറെ കാലമായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് അനുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങാം. അനു, എന്താണ് അനുവിന്റെ വർക്ക്? ജെൻഡർ റിലേറ്റഡ് ആയിട്ട് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്, CPPR വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാൻ പറ്റുമോ? ഹായ്, നയദൃഷ്ടിയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എന്നെ വിളിച്ചതിന് വളരെയധികം താങ്ക്സ്, ബോത്ത് ആനന്ദ് ആൻഡ് സോണൽ. CPPRന്റെ വർക്കും ഞാൻ CPPRൽ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. സോ എന്റെ വർക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ബിക്കോസ് ഞാൻ അവിടെയാണ് ആദ്യം തൊട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് കഴിഞ്ഞൊരു 21 വർഷമായിട്ട് കേരളത്തിൽ കൊച്ചിയിലുള്ള ഒരു തിങ്ക് ടാങ്ക് ആണ്. എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്ന്. സോ നമ്മൾ ചെയ്യുന്ന വർക്ക് കൂടുതലും പബ്ലിക് പോളിസി റിസർച്ച് ആണ്. കൂടുതലും 4 ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, ഇത് അർബൻ ഒരു മേജർ ഏരിയ ആണ് CPPR വർക്ക് ചെയ്യുന്നതിൽ. അർബൻ ട്രാൻസ്പോർട്ട് ആണ് വൺ ഓഫ് ദി പെറ്റ് ഏരിയാസ് എന്ന് പറയാം. അത് കൂടാതെ ഗവേണൻസ്, ഫിനാൻസ്, അർബൻ ഹൗസിംഗിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഒരു മേജർ ഏരിയ CPPR ഫോക്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ റിലേഷൻസിലാണ്. നമ്മൾ ME ആയിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട്. പിന്നെ മാത്രമല്ല, മിക്കവാറും എല്ലാ എംബസീസ് ആയിട്ടും വി ക്ലോസ്ലി വർക്ക് വിത്ത് ദം. ഇന്റർനാഷണൽ കോൺഫറൻസസ് ആയിട്ടും ഒക്കെ. ഇന്ത്യ ആൻഡ് റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ് ആണ് മേജർ ഫോക്കസ് ഏരിയ. ഇന്ത്യ ആൻഡ് ഇൻഡോ പസഫിക് ഇസ് അനദർ മേജർ ഏരിയ. പിന്നെ ഉള്ളത് ഒരു തേർഡ് ഏരിയ എന്ന് പറയുന്നത് എക്കണോമി ആൻഡ് പബ്ലിക് ഫൈനാൻസ് ആണ്. ബഡ്ജറ്റിംഗ്, അതൊക്കെ ഒരു മേജർ ഏരിയ ഓഫ് ഫോക്കസ് ആണ്. പിന്നെ ലാസ്റ്റ് വൺ ഈസ് ഗവേണൻസ് ആൻഡ് ലോ. അതിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ബിക്കോസ് ഐ കം ഫ്രം എ ലോ ബാക്ക്ഗ്രൗണ്ട്. അപ്പം എന്റെ കൂടുതൽ വർക്കും വിമനായിട്ട് റിലേറ്റഡ് ആണ്. എങ്ങനെയാണ് ഒരു ഇന്റർസെക്ഷൻ ഓഫ് ജെൻഡർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയാം. അതായത് ഇപ്പം സ്ത്രീകൾ എന്തുകൊണ്ട് ചില ഏരിയാസ് ഓഫ് വർക്കിൽ നമ്മൾ അധികം സ്ത്രീകളെ കാണുന്നില്ല, അതിനെന്തെങ്കിലും ഒരു റെസ്ട്രിക്റ്റീവ് നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണോ? അങ്ങനെയുള്ള ഒരു കുറെ റിസർച്ച് ആണ് ഞാൻ ആദ്യം കുറച്ച് ചെയ്തിരുന്നത്. അടുത്തിടയ്ക്ക് ഐ ഡിഡ് എ പ്രോജക്റ്റ്, എങ്ങനെയാണ് ജെൻഡർ ബേസ്ഡ് വയലൻസ്, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഒരു പരിധി വരെ, വിമൻ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു മേജർ കോസേഷൻ ആണല്ലോ സ്ത്രീകൾ ലേബർ മാർക്കറ്റിലേക്ക് വരാതിരിക്കാനുള്ള. അപ്പൊ അതിനെ പറ്റിയിട്ടും ഈ ഇടയ്ക്ക് നമ്മളൊരു സ്റ്റഡി ചെയ്തിരുന്നു. അപ്പൊ കൂടുതലും ജെൻഡർ റിലേറ്റഡ് വർക്ക് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ കുറച്ച് urban ഹൗസിംഗ്, അർബൻ ലൈവ്ലിഹുഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ ഇതാണ് CPPRൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്. പിന്നെ CPPRനെ കുറിച്ച് അല്ലാതെ പറയാനാണെങ്കിൽ വി ഓൾസോ ഹാവ് ഒരു അക്കാഡമി പോലെയുണ്ട് CPPRന്. നമ്മൾ റിസർച്ച് കൂടാതെ നമ്മൾ കുറച്ച് പബ്ലിക് പോളിസി കോഴ്സസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലാണെങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലാണെങ്കിലും പബ്ലിക് പോളിസി കുറച്ചൊരു എലീറ്റ് ആണ്. ആൾക്കാർക്ക് അധികം അറിയില്ല ഇതിനെ പറ്റിയിട്ട്. അപ്പം ഒരു അവയർനെസ് ക്രിയേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് ഇതിന്റെ പിന്നിൽ. ആൾക്കാർക്ക് എന്താണ് പബ്ലിക് പോളിസി, നമ്മൾ എല്ലാ ദിവസവും എന്താ പറയാ, പുറത്തോട്ടിറങ്ങിയാൽ എല്ലാ രീതിയിലും നമ്മൾ ഫേസ് ചെയ്യുന്നത് പല കാര്യങ്ങളും പബ്ലിക് പോളിസി ഇഷ്യൂസ് ആണ്. പക്ഷെ ആൾക്കാർക്ക് അതിനെ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ ആർക്കും അറിയില്ല.
സോ അതിനെപ്പറ്റി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു ഒരു ഒരു താല്പര്യം കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു അക്കാഡമിയും കൂടി ഉണ്ട് CPPR-ന്. സോ ദാറ്റ് ഇസ് ഒരു എന്താ പറയാ ഒരു ചെറിയ ഷോർട്ട് സമ്മറി അബൌട്ട് CPPR ആൻഡ് മൈ യാ വർക്ക്. ഗ്രേറ്റ്. യാ എനിക്കും CPPR ആയിട്ട് ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പബ്ലിക് പോളിസി ഫീൽഡിലോട്ട് ഇങ്ങനെ കയറിയാൽ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് കോവിഡിൻ്റെ ടൈമായി. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ഇൻറ്റേൺഷിപ്സിനൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ പബ്ലിക് പോളിസി ഫീൽഡിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്തൊരു ജോബ് അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് CPPR-ലാണ്. സോ കോവിഡിൻ്റെ സമയത്ത് ഒരു 3 മാസം CPPR-ന് വേണ്ടി കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതാൻ വേണ്ടി ഒരു ചെറിയ ഇൻറ്റേൺഷിപ്പ് അവിടെ ചെയ്തിരുന്നു. ആ സമയത്ത് ധനു സാറിനെയും RP പ്രധാൻ സാർ അങ്ങനെ കുറേ പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാനൊക്കെ പബ്ലിക് പോളിസിനെ കേൾക്കുന്നതിന് മുമ്പ് തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് CPPR. വർഷങ്ങളായിട്ട് കേരളത്തിൽ പബ്ലിക് പോളിസി ഐഡിയാസ് ഇമ്പ്രൂവ് ചെയ്യാനും ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ചെയ്യാനും ആൾക്കാരുടെ ഐഡിയാസ് പബ്ലിക് പോളിസിനെ പറ്റി കൂടുതൽ അവയർനെസ് ജനറേറ്റ് ചെയ്യാനും വണ്ടർഫുൾ വർക്കാണ് CPPR ചെയ്യുന്നത്. CPPR-നെ പറ്റിയുള്ള ലിങ്ക്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഷോ നോട്ട്സിലിടാം. അവരുടെ വെബ്സൈറ്റും വർക്കും കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്യാൻ അടിപൊളിയായിരിക്കും. സോ യാ, നൈസ് ടു ഹാവ് യു അനു. താങ്ക് യു. അപ്പോൾ അനു ചെയ്യുന്ന വർക്കും CPPR-ന്റെ വർക്കും ഒക്കെ നമ്മൾ ഷോ നോട്ട്സിലിടാം. സോനൽ പറഞ്ഞതുപോലെ അനു ചെയ്യുന്ന വർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ ജെൻഡറായിട്ട് കണക്ട് ചെയ്തതും ജെൻഡർ എംപ്ലോയ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന വർക്കും ലോസ് എങ്ങനെയാണ് ഇതിന്റെ ഇടയിലൊക്കെ വരുന്നത്, പോളിസീസ് എങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ വരുന്നത് എന്നൊക്കെയുള്ള വർക്ക്, ഇതൊക്കെ നമ്മൾ ഷോ നോട്ട്സിലിടാം. നിങ്ങളും സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ചു നോക്കുക. അപ്പോൾ അനു, ഇന്ന് നമ്മൾ മെൻസ്ട്രൽ ലീവിന്റെ ഒരു കേസ് വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ സുപ്രീം കോർട്ടിന്റെ ഒരു കേസും സോനൽ പറഞ്ഞു. അപ്പോൾ എന്താണ് അനുവിന് മെൻസ്ട്രൽ ലീവിന്റെ കേസിൽ ഉള്ള ഒപ്പീനിയൻ? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? മെൻസ്ട്രൽ ലീവ് ലീഗലി മാൻഡേറ്ററി ആക്കുക എന്ന് പറയുന്ന ഒരു പോളിസി കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് എനിക്കത് അത്ര ഒരു നല്ല അഭിപ്രായമല്ല ഉള്ളത്. നമ്മൾ ജനറലി നോക്കുമ്പം മെൻസ്ട്രൽ ലീവ് കൊടുക്കുക അല്ലെങ്കിൽ എന്ന് പറയുന്നത് നല്ലതാണ്. ഒരുമാതിരി എല്ലാ സ്ത്രീകളും ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്കൊരു ലീവ് കൊടുക്കുന്നത് നല്ലതായിട്ട് നമുക്ക് ആർക്കും ചിന്തിച്ചാൽ തോന്നുള്ളൂ അല്ലെ. പ്ലെയിൻലി നമ്മൾ ആലോചിക്കുമ്പോൾ അത് നല്ലൊരു പോളിസിയാണ്. Yeah. പക്ഷെ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് അത്ര ഒരു അതിനൊരുപാട് ഒരു എന്താ പറയാ നമ്മൾ പബ്ലിക് പോളിസിയിൽ പറയുന്ന പോലെ കുറെ അൺഇന്റന്റഡ് കോൺസിക്വൻസസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും. ഒന്നാമത്തെ ഒരു കാര്യം, ഇപ്പം നമ്മൾ ഇന്ത്യയുടെ കേസ് എടുത്താൽ തന്നെ ഇപ്പൊ ഇത് നമ്മളിത് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരാന്ന് വിചാരിക്കുക ഒരു പോളിസി ആയിട്ട്. മെൻസ്ട്രൽ ലീവ് നിർബന്ധമായിട്ട് ഇപ്പൊ ഒരു മാസത്തിൽ ഒരു ലീവ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ എംപ്ലോയേഴ്സിന്റെ മുകളിലും ഒരു മാൻഡേറ്ററി പോളിസി പോലെ അല്ലെങ്കിൽ ലോ പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന്, ഒരു മാസത്തിൽ ഒരു ലീവ് എന്ന് പറയുമ്പം ഇപ്പൊ സ്ത്രീകൾ ഏറ്റവും കൂടുതലായി ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പം ഏറ്റവും നല്ല എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞങ്ങളുടെ സ്ഥാപനം തന്നെ എടുക്കുക. ഞങ്ങൾ അവിടെ ഏറ്റവും കൂടുതലും സ്ത്രീകളാണുള്ളത് ഞങ്ങൾ ചെയ്യുന്ന പബ്ലിക് പോളിസി തിങ്ക് ടാങ്കിൽ. അപ്പൊ അങ്ങനെയുള്ളിടത്തൊക്കെ ഒരു 80% സ്ത്രീകൾ വർക്ക് ചെയ്യുന്നിടത്ത് ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു മാസം ഒരു ലീവ് വെച്ച് എടുക്കും. സ്വാഭാവികമായിട്ടും ആൾക്കാർ എടുക്കും. അപ്പൊ അങ്ങനെയെന്ന് പറയുമ്പോൾ മാസത്തിൽ ഒരു 15-16 ഡേയ്സ് ഒക്കെ ഒരു മാസം ലീവ് തന്നെ വരുമ്പം അതൊരു എംപ്ലോയറുടെ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഒരു കോസ്റ്റ് ആണ് അവരുടെ മുകളിൽ വരുന്നത്. അത് അവർക്കൊട്ടും ഫീസിബിൾ ആയിരിക്കത്തില്ല. കാരണം ഒരാളുടെ ഇപ്പം നമ്മളൊരു സാലറി ടേംസിൽ അല്ലെങ്കിൽ ഒരു കോസ്റ്റിന്റെ ടേംസിൽ നോക്കുമ്പോൾ അതൊട്ടും എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് അത് താല്പര്യം ഉണ്ടാവും അങ്ങനെ ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യാൻ. കാരണം എല്ലാം ചെറിയ ഫേംസ് ആണല്ലോ. നമ്മുടെ ഇന്ത്യയുടെ കാര്യം പ്രത്യേകിച്ച് എടുക്കുമ്പോൾ നമുക്ക് വലിയ MNCs ഒക്കെ കുറവാണ്. അങ്ങനെയുള്ളിടത്ത് ഒരു പക്ഷേ അവർക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും ആസ് എ പോളിസി. പക്ഷെ അതല്ലാതെ ഇപ്പൊ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരുമ്പോൾ ആർക്കും ഒരു ചോയ്സ് ഇല്ല, എല്ലാവർക്കും അത് ചെയ്തേ പറ്റുള്ളൂ. ഫോർമൽ സെക്ടറിലുള്ള എല്ലാവർക്കും അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത് ഒരുപാട് പേരെ എഫക്ട് ചെയ്യും, എസ്പെഷ്യലി കൺസിഡറിങ് ഇന്ത്യ. ബിക്കോസ് നമ്മുടെ രാജ്യത്ത് ചെറിയ ഫേംസ് ആണ് കൂടുതൽ, MSMEs ആണ് വളരെയധികമായിട്ടുള്ളത്. ഒരു 99% ഫേംസ് MSMEs ആണ്. അതിൽ മൈക്രോ എന്റർപ്രൈസസ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് അങ്ങനെ ഒരു ലോ കൊണ്ടുവരുമ്പം സ്വാഭാവികമായിട്ടും സ്ത്രീകളെ എടുക്കാൻ പിന്നെ ആൾക്കാർ മടിക്കും. അപ്പോ അത് എന്താ പറയുക, കാരണം ഇത്രയും കോസ്റ്റ് ഇത് വരുന്നത് കൊണ്ട്. അതാണ് ഒന്നാമത്തെ ഒരു ഇഷ്യൂ. രണ്ട്, ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നാലും അതിന് വലിയ ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കാരണം എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫോർമൽ സെക്ടറിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. ഇന്ത്യയിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടറിലാണ്. അപ്പം ഇത് എത്ര പേര് ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളത് രണ്ടാമത്തെ ഒരു ക്വസ്റ്റൻ ആണ് നമ്മളിങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നാൽ തന്നെ. മൂന്നാമത്തത്, ഇതൊരു എന്താ പറയാ, നമ്മുടെ ജോൺ സ്റ്റുവാർട്ട് മില്ല് പറയുന്ന പോലെ ഇതൊരു കമ്പൽസറി എൻടൈറ്റിൽമെന്റ് കൊണ്ടുവന്നു കഴിയുമ്പോൾ ഒരു പെറ്റാണലിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആണ് ഇതിന് മൊത്തത്തിൽ വരുന്നത്. അപ്പം എന്താ പറയാ,
കോസ്റ്റും കൂടും. സ്ത്രീകള് ഒരു ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ലേബർ ആണെന്നുള്ളൊരു ഫീലിംഗും നമ്മൾ കൊടുക്കുകയാണ് ഇതുകൊണ്ട്. ഉം, ഉം, അപ്പം മാത്രമല്ല എന്തോ സ്റ്റേറ്റസ് ഡൂയിങ് കൈൻഡ് ഓഫ് പ്രൊട്ടക്ടിങ് വിമൻ എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. സ്റ്റേറ്റ് ഷുഡ് പ്രൊട്ടക്ട് വിമൻ. ഐ എം നോട്ട് സെയിങ് സ്റ്റേറ്റ് ഷുഡ് ഇൻ പ്രൊട്ടക്ട് വിമൻ. പക്ഷേ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് അവരുടെ അവസരങ്ങൾ കുറയരുത്. ഉം, അവസരങ്ങൾ കുറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റിനുള്ള സാധ്യതകൾ കുറച്ചുകൊണ്ടായിരിക്കരുതല്ലോ നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നത്. പ്രൊട്ടക്ഷൻ ഒരിക്കലും എന്താ പറയാ, ഒരു മേജർ കാര്യം ഒരു ഇന്റർവെൻഷൻ, ഒരു പോളിസി ഇന്റർവെൻഷൻ എപ്പോഴും ചോയ്സസിനെ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം, അതിനെ കൺസ്ട്രെയിൻ ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല. അപ്പം ഇതെല്ലാം ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു പെറ്റേണലിസ്റ്റിക് അപ്രോച്ചിലേക്കാണ് പോവുക നമ്മൾ അതിനെ ഒരു മാൻഡേറ്ററി ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ. അതുകൊണ്ട് ഐ ഫീൽ ഇങ്ങനെ ഒരു മെൻസ്ട്രുവൽ ലീവിനെ നമ്മളൊരു കമ്പൽസറി പോളിസി ആയിട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ എക്കോണമിക്ക് അത്ര നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്കും പ്രത്യേകിച്ച് നല്ലതായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജനറലി നമ്മൾ എപ്പോഴും പോളിസീസിനെ ഒരു ലിറ്ററൽ സെൻസിൽ അല്ലാതെ അതിന്റെ ഒരു പല ഡയമെൻഷനിൽ അതിനെ കാണുമ്പോൾ അതിന് ഒരുപാട് നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാവും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എനിക്ക് ലാർജർ പബ്ലിക്കിന് അതർ ഒപ്പീനിയൻ ആണുള്ളത്, മെൻസ്ട്രൽ ലീവ് നമ്മൾ കമ്പൽസറിലി കൊടുക്കണം എന്ന്. എനിക്ക് തോന്നുന്നു ഒരു എംപ്ലോയറിന്റെ പെർസ്പെക്റ്റീവിൽ എന്തായാലും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവും. കാരണം ഞാനാണ് ഒരു എംപ്ലോയർ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഹയർ ചെയ്തത് ഒരു 5 സ്ത്രീകളെയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ലീവ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആളെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ഹയർ ചെയ്യാൻ സാധ്യതയുണ്ട്, ഒരു പുരുഷനെ ഹയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും എംപ്ലോയ്മെന്റ് കുറയുന്ന ഒരു കേസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പോളിസി മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ആണ്. നമ്മൾക്ക് അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും തോന്നുന്നുണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 തുടങ്ങിയത്. അതിനുശേഷം 2017 12 വീക്ക് പെയ്ഡ് ലീവ് കൊടുക്കണം എന്നുള്ളത് മാറ്റിയിട്ട് 26 വീക്കിലേക്ക് ഇൻക്രീസ് ചെയ്തു. എന്നിട്ട് അത് കൂടാതെ 50 എംപ്ലോയീസിനേക്കാളും കൂടുതലുള്ള ഫേംസ് ഒക്കെ ആണെങ്കിൽ ക്രഷ് ഫെസിലിറ്റി കൊടുക്കണം. അങ്ങനത്തെ പല കാര്യങ്ങളും കൂടി ഈ ലോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാൻഡറ്ററി ആണ്. ഞാനൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും ഈ പെയ്ഡ് ലീവ് കൊടുക്കണം, ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിലും കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു മാൻഡറ്ററി ലോ വന്നതുകൊണ്ട് കുറേയധികം സ്ത്രീകളുടെ എംപ്ലോയ്മെന്റും ഇൻകവും ഒക്കെ കുറഞ്ഞു എന്നുള്ള സ്റ്റഡീസും ഉണ്ട്. അപ്പോൾ അനുവിന്റെ ഒപ്പീനിയൻ എന്താണ് അതിനെ പറ്റിയിട്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിന്റെ കേസിൽ? എനിക്ക് സിമിലർ ഒപ്പീനിയൻ ആണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിൽ ഉള്ളത്. അഗെയിൻ അതും ഒരു ഭയങ്കര വെൽ ഇന്റൻഡഡ് പോളിസിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 6 months ഇസ് വെരി ക്രൂഷ്യൽ. ഒരു ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ എന്താ പറയുക, ഒരു സാമീപ്യം ആവശ്യമുള്ള വളരെ ക്രൂഷ്യൽ 6 months ആണ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വെൽ ഇന്റൻഡഡ് ആണ്. പക്ഷെ അഗെയിൻ അവിടെയും നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം ആനന്ദ് പറഞ്ഞതുപോലെ ഒത്തിരി സ്റ്റഡീസ് ഉണ്ട് ഇപ്പൊ ഇതിനെ പറ്റിയിട്ട്. ഇപ്പൊ 2016 അമെന്റ്മെന്റ് വന്നതെന്ന് തോന്നുന്നു അല്ലെ, 2016 അത് കഴിഞ്ഞൊരു 3 years കഴിഞ്ഞ് ടീം ലീഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അവര് സർവേ ചെയ്ത ഒരു 26% കമ്പനികളിലും സ്ത്രീകളെ എടുക്കുന്നതിൽ നിന്ന് അവര് ഭയങ്കര ഹെസിറ്റന്റ് ആണ് സ്ത്രീകളെ എടുക്കുന്നതിൽ. കാരണം നമ്മൾ 6 മാസം പെയ്ഡ് ലീവ് കൊടുക്കണം. അവര് തന്നെ അതായത് എംപ്ലോയറുടെ മുകളിലാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. 6 മാസത്തെ ശമ്പളം അവർ ജോലി ചെയ്യാതെ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പം ഈ ക്രഷ് ഫെസിലിറ്റി എന്ന് പറയുന്ന പിന്നെ ഒരു അഡീഷണൽ എക്സ്പെൻഡിച്ചറും ആണ്. 50 വർക്കേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും 50 വർക്കേഴ്സിന് മുകളിലുണ്ടെങ്കിൽ നമ്മൾ ക്രഷ് ഫെസിലിറ്റീസ് കൊടുക്കണമല്ലോ. അപ്പൊ അത് അഗൈൻ ഒരു ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ ആണ് അവിടെയും വരുന്നത്. അപ്പോ ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം അഗൈൻ നമ്മളൊരു എംപ്ലോയറുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ 6 മാസത്തെ ശമ്പളം കൊടുക്കണം. ആ 6 മാസം കവർ ചെയ്യാൻ വേണ്ടി പ്രോബബ്ലി അവർ വേറൊരാളെയും കൂടെ ഹയർ ചെയ്യേണ്ടി വരും. ഒരു ടെമ്പററി ആയിട്ട് ഒരു വ്യക്തിനെയും കൂടെ ഹയർ ചെയ്യേണ്ടി ഉണ്ടാവും. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വർക്ക് ഫോഴ്സിന് ആ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. എങ്ങനെയൊക്കെ ആലോചിച്ചാലും അത് ചിലപ്പോൾ എന്താ പറയാ ഒരുപാട് റിപ്പർക്കഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എംപ്ലോയറുടെ ഒരു കോസ്റ്റ് പെർസ്പെക്റ്റീവില്. അപ്പൊ മറ്റു രാജ്യങ്ങളിലുണ്ടല്ലോ, അതായത് എനിക്ക് തോന്നുന്നു ബ്രസീല്, കാനഡ പോലത്തെ കൺട്രീസിലൊക്കെ ഈ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി ഇവര് ഈ കോസ്റ്റ് റെസ്പോൺസിബിലിറ്റി എംപ്ലോയറുടെ മുകളിലല്ല ഇടുന്നത്. അവർക്ക് അല്ലാതെയുള്ള ഫിനാൻസിങ് മെക്കാനിസംസ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം അല്ലെങ്കിൽ ഈവൻ എനിക്ക് തോന്നുന്നു ഞാനൊരു ഇത് ആർട്ടിക്കിൾ റീസെന്റ് വായിച്ചതാണ്. അതിൽ പറഞ്ഞിരുന്ന മറ്റൊരു സജഷൻ ഇതാണ്, വിച്ച് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. സ്ത്രീകൾ മിക്കവാറും മെറ്റേണിറ്റി ആയിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ റീ എൻറ്ററിങ് ഇത് മെറ്റേണിറ്റി ലീവ് അതല്ലാതെ ഇപ്പൊ സപ്പോസ് ഇപ്പൊ മെറ്റേണിറ്റി ലീവ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ രാജിവെച്ച് പോവാണ്, വേറെ നിവർത്തിയില്ലല്ലോ. അപ്പൊ രാജിവെച്ചിട്ട് പോയി തിരിച്ച് പിന്നെ ജോലിക്ക് കയറുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിലല്ല, മൊത്തത്തിൽ ഇന്ത്യയിൽ എവിടെ.
ഉം. നമുക്ക് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ, സിവിയിൽ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരിക എന്ന് പറയുന്നത് എസ്പെഷ്യലി IT സെക്ടറിലൊക്കെ ഭയങ്കര പാടാണ്. കാരണം ഉം. അത്രയും ഡൈനാമിക് ആണ് സ്പേസ്. ഉം. അപ്പോ അങ്ങനെയുള്ള സമയത്ത് ഇവര് പറയുന്നത് ഇപ്പൊ ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് പോലത്തെ ഒരു പോളിസിക്ക് പകരം ഇവര് കരിയർ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇഫ് ദേ ആർ സ്പെൻഡിങ് സം കൈൻഡ് ഓഫ് എമൗണ്ട് ലൈക്ക് ഫോർ അപ്സ്കില്ലിംഗ് ദം അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത് ആ ഒരു കോസ്റ്റിനെ റീഓറിയന്റ് ചെയ്ത് കൂടുതലും നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ത്രീകൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പോളിസീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുക എന്നുള്ള രീതിയിൽ ഒരു സജഷൻ ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നു ഒരു EPW ആർട്ടിക്കിൾ ആയിരുന്നു അത്. അങ്ങനെ ഉം. ഒരു സജഷനും കണ്ടു. അപ്പം ഒന്നുകിൽ നമ്മൾ ഈ കോസ്റ്റ് കംപ്ലീറ്റ് എംപ്ലോയറുടെ മുകളിൽ വരാത്ത രീതിയിലുള്ള ഒരു ഫിനാൻസിങ് അറേഞ്ച്മെന്റ് ചെയ്യണം. സോ ഉം. ദാറ്റ് സ്ത്രീകൾക്ക് ലീവ് കിട്ടുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം എംപ്ലോയേഴ്സിന് അതൊരു എന്താ പറയാ ഒരു ഡീമോട്ടിവേഷൻ ആകുന്നില്ല സ്ത്രീകളെ എടുക്കാൻ വേണ്ടിയിട്ട്. അവരെ ശരിക്കും പറഞ്ഞാൽ ഈ ലോ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഒരു ഇൻസെന്റിവൈസ് ചെയ്യുവാണ് എംപ്ലോയറിനെ. അതായത് എംപ്ലോയർക്ക് സ്ത്രീകളെ എടുക്കണ്ട ഒരു ഡിസിഷനിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് അത്രയും 6 months എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലീവ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ രണ്ടുപേരും ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ റീഡിസൈൻ ചെയ്താൽ അത് വർക്ക് ചെയ്യുന്ന ഒരു പോളിസി തന്നെയാണ്. ബട്ട് പോളിസി ഈസ് വെൽ ഇന്റൻഡഡ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ ഡിസൈനിൽ ഒരു മാറ്റം കൊണ്ടുവരുവാണെങ്കിൽ അത് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിരിക്കും. കാരണം ഒത്തിരി പേര് പറയുന്നത്, ഈവൻ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും ജോലിക്കൊക്കെ കയറുന്ന സമയത്ത് ജനറലി ഇപ്പൊ HR പ്രൊഫഷണൽസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഫാമിലി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നാണ്. ഐ മീൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നില്ല ഒരു 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 പുരുഷൻ അത് ഫേസ് ചെയ്യേണ്ടി വരൂല. അല്ലെ, നിങ്ങളൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് അത് ചോദിക്കും, നിങ്ങൾ ഫാമിലി പ്ലാൻ ചെയ്യുന്നുണ്ടോന്ന്? കാരണം പെറ്റേണിറ്റി ലീവ് ഒന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ജെൻഡർ ഒരു കൈൻഡ് ഓഫ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പം കാരണം അവരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കുമ്പോൾ അവരെ നമുക്കൊരു പരിധി വരെ കുറ്റം പറയാൻ പറ്റില്ല. അവരൊരാളെ എടുത്തു 6 മാസം അല്ലെങ്കിൽ 8 മാസം അവരെ ട്രെയിനിങ് കൊടുത്തു, എല്ലാം ചെയ്ത് അവരെ ഒന്ന് സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോഴാണ് അവർ മെറ്റേണിറ്റി ലീവിന് പോകുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ലോസ് ആണ് അവിടെ സംഭവിക്കുന്നത് അവരുടെ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതും ശരിയല്ലല്ലോ. ഒരു പരിധി വരെ ലോസ് ആണ് ഇത് കൊണ്ടുവരുന്നത്. ആ ഒരു ഐ വുഡ് സേ ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ഒരു പരിധി വരെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ത്യയിലെ മെറ്റേണിറ്റി ലീവിനെ പറ്റി നമ്മൾ ലോസ് നോക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റിൽ ശ്രുതി രാജഗോപാലിന് ഒരു ഇൻട്രസ്റ്റിംഗ് പേപ്പർ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഷോ നോട്ട്സിൽ പേപ്പർ ഷെയർ ചെയ്യാം. അപ്പം ഇതിനകത്ത് ശ്രുതി രാജഗോപാലൻ പറയുന്നത് ഇന്ത്യയിൽ പല ലോസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെറ്റേണിറ്റി ലീവാണ് അതിനകത്തൊരു വലിയ കേസായിട്ട് എടുക്കുന്നത്. അപ്പം ഇന്ത്യയിലുള്ള ഈ നമ്പർ ഓഫ് വീക്സ്, ഇപ്പം ഇന്ത്യയിലെ നമ്പർ ഓഫ് വീക്സ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? മെറ്റേണിറ്റി ബെനിഫിറ്റ് ഓൾമോസ്റ്റ് 26 വീക്സ് അല്ലേ? 26 weeks. 26 വീക്സ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ 26 വീക്സ് ഇത്രയും വീക്സ് കൊടുക്കുന്ന വേറെ കൺട്രീസ് നോക്കുകയാണെങ്കിൽ US കൊടുക്കുന്നതിനെക്കാട്ടും ഫ്രാൻസ് കൊടുക്കുന്നതിനെക്കാട്ടും ഒക്കെ ഹയർ ആണ്, റൈറ്റ്? കമ്പാരിറ്റീവ്ലി വരുന്ന വേറെ 1-2 കൺട്രീസിൽ ഒന്ന് നോർവേ ആണ്, റൈറ്റ്? സോ നോർവേയുടെയൊക്കെ GDP ഇന്ത്യനെക്കാട്ടും ഓൾമോസ്റ്റ് 20 times ഹയർ ആണ്, റൈറ്റ്? സോ അപ്പം അതുപോലത്തെ എക്സ്ട്രീംലി റിച്ചർ ആയിട്ടുള്ളതാണ് നമ്മുടെ മെറ്റേണിറ്റി ലീവ് സിമിലർ ആവുന്നത്. അപ്പോൾ പലരും പറയുക നല്ലതല്ലേ, അവിടുത്തെ കൺട്രീസുമായിട്ട് നമുക്ക് അവരുടെ അത്രയും പ്രോഗ്രസീവായ ലോസ് നമ്മൾ കൊണ്ടുവരില്ലെന്ന് പറയാം. ശരിയാണ്, പ്രോഗ്രസീവായ ലോസാണ് കൊണ്ടുവരുന്നത്. പക്ഷേ മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ ട്രേഡ് ഓഫ്സിനെ പറ്റി സംസാരിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു എല്ലാ ലോസിനും അതിൻ്റെതായ ബെനിഫിറ്റ്സും ഉണ്ട്, കോസ്റ്റും ഉണ്ട്, റൈറ്റ്? സോ നമുക്ക് ഇപ്പം മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിൻ്റെ മെറ്റേണിറ്റി ലീവ്സ് സ്ത്രീകൾക്ക് കൊടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അനു തന്നെ നേരത്തെ പറഞ്ഞിരുന്നു എത്ര പേർക്ക് ഇത് ആപ്ലിക്കബിൾ ആവുമെന്നുള്ളൊരു പോയിന്റ്, റൈറ്റ്? കാരണം ഇന്ത്യയിലെ എത്ര ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് കാരണം ഗുണം കിട്ടും, റൈറ്റ്? സോ ശ്രുതി രാജഗോപാലിനകത്തൊരു നമ്പേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 70% ഓഫ് വുമൺ വർക്ക് ഫോഴ്സിലില്ല, റൈറ്റ്? ഒരു 30% വുമണേ വർക്ക് ഫോഴ്സിലുള്ളൂ. ഈ 30% വർക്ക് ഫോഴ്സിലുള്ള വുമൺ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഓൾമോസ്റ്റ് 80% ഓഫ് വുമൺ ഇൻഫോർമൽ സെക്ടറിലാണ്, റൈറ്റ്? സോ ഇവർക്ക് ആർക്കും ഇത് ആപ്ലിക്കബിൾ അല്ല, ഫോർമൽ സെക്ടറിലുള്ളവർക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ഈവൻ ഫോർമൽ സെക്ടറിലുള്ളവർക്ക് തന്നെ പല ജോലികളും ഇൻഫോർമൽ ജോലികളാണ്, റൈറ്റ്? പല കമ്പനീസും 50 എംപ്ലോയീസിന് താഴെയുള്ള കമ്പനീസാണ്. കാരണം മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ആപ്ലിക്കബിൾ ആയാലും 50 എംപ്ലോയീസിൽ കൂടുതൽ വേണം, റൈറ്റ്? അതിന് താഴെയുള്ള കമ്പനീസാണ്. അപ്പോൾ ഇതെല്ലാം നമ്പേഴ്സെല്ലാം നമ്മൾ മാറ്റിക്കഴിഞ്ഞ് അവസാനം നോക്കുമ്പോൾ ഒരു 1% to 2% വർക്കിംഗ് വുമണിന് മാത്രമേ, അല്ലെങ്കിൽ ടോട്ടൽ വുമണിന് മാത്രമേ ഇതുകൊണ്ട് യൂസ് ഉള്ളൂ, ഈ ഒരു പോളിസി കൊണ്ട്, റൈറ്റ്? സോ ഈ ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് കൊണ്ടുവരുന്നത് കൊണ്ട് 1% to 2% ആൾക്കാർക്ക് മാത്രമേ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. സോ ഓൺ ദി അതർ സൈഡ്
നമ്മളിതിന്റെ കോസ്റ്റ് നോക്കാന്ന് വിചാരിക്കുക, റൈറ്റ്? അപ്പോൾ കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഒബിയസ്ലി ഇങ്ങനെ ഒരു പുതിയ റൂള് വന്നു. ഈ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഉറപ്പുവരുത്താൻ വേണ്ടി കുറേ ബ്യൂറോക്രാറ്റ്സും യുനോ ആൾക്കാരും ഇതിന്റെ പുറകെ നടക്കണം. സോ അവരുടെ ടൈം ഇതിനകത്ത് വേസ്റ്റഡ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും കാര്യങ്ങളും കോർട്ടിൽ വരുമ്പോൾ അതിൽ കോർട്ടിന്റെ ടൈം അതിനകത്ത് സ്പെൻഡാണ്. കുറേ പേര് ഈ ലോ വെട്ടിച്ചു പോവാനും അല്ലെങ്കിൽ ഇത് അറിയാതിരിക്കാനും 50 എംപ്ലോയീസ് ഇല്ലാന്ന് കാണിക്കാനും 49 എംപ്ലോയീസ് നിർത്താനും അതൊക്കെ അങ്ങനത്തെ കുറേ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കാണിക്കും. അപ്പം നമ്മുടെ ലോനോടുള്ള ഒരു ഇഗ്നോറൻസ് കൂടുകയാണ് വേറൊരു സൈഡിൽ. ബട്ട് ലാർജ്ലി നോക്കുകയാണെങ്കിൽ ഒത്തിരി കമ്പനീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 എംപ്ലോയീസിന് മുകളിലോട്ട് പോകാൻ അവരുടെ കമ്പനി സ്മോൾ ആക്കി വെക്കാൻ സാധ്യതയുണ്ട്, 49 വെക്കാൻ സാധ്യതയുണ്ട്. ചില കമ്പനീസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യത്തില്ല ഇത്രയും ക്രാഷ് ഫെസിലിറ്റീസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇങ്ങനെ വിമണ്ണെ ഹയർ ചെയ്യണം, ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ട് കാരണം ചിലപ്പം പല കമ്പനീസ് ഇന്ത്യയിലോട്ട് വരാതിരിക്കും. സോ ബേസിക്കലി ഒരു 1% to 2% ആൾക്കാരെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ട്രിക്ട്ലി നമ്പേഴ്സ് വൈസ് ചിന്തിക്കുകയാണെങ്കിൽ ലാർജർ എക്കോണമിയിൽ ഉണ്ടാകുന്ന കോസ്റ്റും നമ്മൾ വെയ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ വി ക്യാൻ മേക്ക് എൻ ആർഗ്യുമെന്റ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് കാരണമുള്ള കോസ്റ്റ് ആയിരിക്കും ഹയർ ദാൻ ദ ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, റൈറ്റ്? അപ്പം ഈ ശ്രുതി രാജഗോപാലിന് ഈ പേപ്പറിനകത്ത് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു പൂറർ കൺട്രി, ഡെവലപ്പിംഗ് കൺട്രി വേർ പല കമ്പനീസും വരണം, ഗ്രോ ചെയ്യണം, അത് കാരണമുള്ള ലാർജ് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവണം, ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ റിച്ചർ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്ന 26 വീക്ക് ലീവുള്ള മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് കൊണ്ടുവരാനുള്ള കാരണം എന്തായിരിക്കും ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, റൈറ്റ്? സോ അതിനകത്ത് അവർ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് എല്ലാം വളരെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ്, വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ്, വെരി ഹൈ മോഡേൺ സർക്കിൾസിൽ ഹാങ് ഔട്ട് ചെയ്യുന്ന ബ്യൂറോക്രാറ്റ്സ് ആണ്, റൈറ്റ്? എലീറ്റ്സ് ആണ്, റൈറ്റ്? അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഹൈ പാർട്ടീസിനൊക്കെ പോകുന്ന സമയത്ത് വേറെ കൺട്രീസിലെ ബ്യൂറോക്രാറ്റ്സിനെ കാണുന്ന സമയത്ത് നിങ്ങളുടെ കൺട്രിയിൽ എത്രയാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്? 5 വീക്കേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളൊരു ഒരു ഒരു ഇമിറ്റേഷൻ ആണ്, എലീറ്റ് ഇമിറ്റേഷൻ ആവാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അതിനൊരു വേറൊരു വാക്കും ഉപയോഗിക്കുന്നുണ്ട്, ഐസോമോർഫിക് മിമിക്രി എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, റൈറ്റ്? അതായത് പല ഡെവലപ്ഡ് കൺട്രീസിലുള്ള പോളിസീസും നമ്മൾ അതേപോലെ എടുത്ത് ഡൗൺലോഡ് ചെയ്യാണ് ഡെവലപ്പിംഗ് കൺട്രീസിനോട്ടും. അത് പലപ്പോഴും വർക്ക് ആവണമെന്നില്ല, റൈറ്റ്? ഇപ്പം പല കേസിലും ഇപ്പം പ്ലാസ്റ്റിക് ഇന്ത്യയിൽ ബാൻ ചെയ്ത് അതിന് പകരം ബട്ടർ പേപ്പർ കൊണ്ടുവരിക, റൈറ്റ്? ഇന്ത്യ പോലത്തെ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിൽ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ ദാൻ കോസ്റ്റ് ഫോർ ദ ടൈം ബീയിങ്, റൈറ്റ്? കാരണം അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് അത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. ഒരു റിച്ചർ കൺട്രി ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പറ്റുമായിരിക്കും, റൈറ്റ്? വി ക്യാൻ മേക്ക് എൻ ആർഗ്യുമെന്റ് ഫോർ ദാറ്റ്. അതുപോലെ വേറെ കൺട്രീസിൽ ഡെവലപ്ഡ് ആയ കൺട്രീസ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പല പോളിസീസും നമ്മൾ അതേപോലെ എടുത്ത് ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് കാരണം ഉണ്ടാകുന്ന അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസസ് ക്യാൻ ബി വെരി ഹൈ എന്നുള്ളൊരു ആർഗ്യുമെന്റും ചെയ്യുന്നത് ഞാനിങ്ങനെ കേട്ടു. അല്ല, എനിക്ക് തോന്നുന്നു സോണൽ പറഞ്ഞതില് ഇപ്പം സോണൽ പറഞ്ഞല്ലോ, അതായത് 1 to 2% ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഇങ്ങനെ ഒരു ലോ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ആ 1 to 2% ആ ഫോമൽ സെക്ടറിലുള്ള സ്ത്രീകളുടെ എണ്ണവും കുറയും ഇവൻച്വലി. അപ്പം അങ്ങനെ ഒരു ഇമ്പാക്റ്റും അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. കാരണം ആൾക്കാരെ പിന്നെ ഹയർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ദേ വിൽ ബി ഫോഴ്സ്ഡ് ടു മൂവ് ടു ദാറ്റ് ഇൻഫോർമാലിറ്റി. അപ്പോ ഇപ്പൊ പല രീതിയിൽ ആലോചിക്കുമ്പോഴും ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇപ്പൊ എനിക്ക് 6 മാസം മെറ്റേണിറ്റി ബെനിഫിറ്റ് ശമ്പളത്തോടെ തരുന്നു പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എന്താ പറയാ, ഇപ്പം അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം അതൊരു ലാർജർ പിന്നീട് എനിക്കൊരു ജോലി കിട്ടാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലായിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മെൻസ്ട്രൽ ലീവും സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. മെൻസ്ട്രൽ ലീവും മെൻസ്ട്രൽ ഈ പറയുന്ന രണ്ടും നമുക്കൊരു ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന 2 പോളിസീസ് ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല മെൻസ്ട്രൽ ലീവ് നമ്മൾ അങ്ങനെ കൊണ്ടുവരണമെന്ന്. പ്രോബബ്ലി ഒരു ഒരു കമ്പനിക്ക് അവരുടെ പോളിസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല. കാരണം ഇറ്റ്സ് എ നെഗോസിയേഷൻ, ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള നെഗോസിയേഷൻ ആണ്. വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ഒക്കെ തരാം. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, CPPRൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മെൻസ്ട്രൽ ലീവിന് പകരം യു ക്യാൻ ടേക്ക് എ വർക്ക് ഫ്രം ഹോം അങ്ങനെയുള്ള ദിവസങ്ങളിൽ. അതൊക്കെ ഒരു നെഗോസിയേഷൻ ആണ് ആ ലെവലിലുള്ള. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടെ ഹെൽത്തി എക്കോണമിക്ക്. ഈ എക്കണോമിയുടെ ലാർജർ ഇമ്പാക്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ സോനിൽ പറഞ്ഞു പല ഫേംസും 50 എംപ്ലോയീസിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറെ ആക്ടുകൾ ബാധകമാവും, അങ്ങനത്തെ ഓരോ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. ഇപ്പൊ 10 എംപ്ലോയീസിനേക്കാളും കൂടുതലാണെങ്കിലാണ് ഈ മെറ്റേണൽ ബെനിഫിറ്റ് ആക്ടും അതൊക്കെ വരുന്നത്. അപ്പൊ പലപ്പോഴും നമ്മുടെ ഫേംസ്, നമ്മുടെ കമ്പനീസ് ഒന്നും സ്കെയിൽ ചെയ്യാത്തൊരു കേസും ഉണ്ട്. നമ്മളെ കമ്പനീസ് ഒന്നും വലുതാവുന്നില്ല. അവരൊക്കെ ഇത് പേടിച്ചിട്ടാണ് 50-നേക്കാളും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 എംപ്ലോയീസിനേക്കാളും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ റൂൾസ് വരുമല്ലോ എന്നൊക്കെ പേടിച്ച് അവർ സ്കെയിൽ ചെയ്യാത്ത കേസുണ്ട്, വലുതാവാൻ അവർ ശ്രമിക്കാറില്ല. ഇത് ലാർജർ എക്കണോമിക്ക് തന്നെ വലിയൊരു പ്രശ്നമാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മളാരും അത്ര ആലോചിക്കാറില്ല എന്ത് വലിയ ഇമ്പാക്റ്റ് ആണെന്ന്. കാരണം ഒരു 100 എംപ്ലോയീസും 200 എംപ്ലോയീസും ഒക്കെ ആവേണ്ട ഓർഗനൈസേഷൻ ആയിരിക്കും. പക്ഷെ ഇങ്ങനത്തെ റൂൾസ് കൊണ്ട് മാത്രം അവർ ചുരുങ്ങുന്നുണ്ട്, അവർ ആ സ്കെയിൽ അച്ചീവ് ചെയ്യുന്നില്ല. എപ്പോഴും വലിയ വലിയ കമ്പനീസ് ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 90% കമ്പനീസും
മൈക്രോ അല്ലെങ്കിൽ സ്മോൾ കമ്പനീസ് ആണ്. അതിൽ ഈ റൂൾസും വലിയൊരു ഉം. പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ സ്ട്രിക്റ്റ് മാൻഡറ്ററി പോളിസീസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ. അപ്പൊ അനു പറഞ്ഞ പോലെ അങ്ങനത്തെ നെഗോസിയേഷൻസ് ഒക്കെ വഴി നമ്മൾക്ക് കമ്പനീസും എംപ്ലോയീസും തമ്മിൽ തന്നെ എന്തെങ്കിലും ഒരു അഗ്രിമെന്റ് പോലെയൊക്കെ എത്തി വരുന്നതായിരിക്കും പലപ്പോഴും നല്ലത്, ഇൻസ്റ്റെഡ് ഓഫ് ഗവൺമെന്റ് മാൻഡറ്ററിൽ കൊണ്ടുവരുന്നത്. അത് നമ്മളുടെ കമ്പനീസിനെയും ബാധിക്കുന്നുണ്ട്, നമ്മളുടെ Yeah. എക്കണോമിനെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ടർ. അനു, നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ വേറെ കുറച്ച് റൂൾസിന്റെ കാര്യവും കൂടി, ലോസിന്റെ കാര്യവും കൂടി അനു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെ ലോസ് ആണ് ഇതേപോലെ സിമിലർ ആയിട്ടുള്ള സ്ത്രീകളുടെ എംപ്ലോയ്മെന്റിനെയും അങ്ങനെയൊക്കെ ഇമ്പാക്ട് ചെയ്യുന്ന ലോസ്? CPPR കുറെ നാളായിട്ട് ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ലാൻഡ്മാർക്ക് നമുക്ക് ഒരു അച്ചീവ്മെന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ടിലാണ്. ഉം. കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ടിനകത്ത് ഒരു നേരത്തെ, അതായത് 2018 മുമ്പ് സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു. രാത്രി ഉം. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് 7 മണി കഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ അനുവാദമില്ല റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ. അതായത് നമ്മൾ സാധാരണ കാണുന്ന കടകളിലൊന്നും സ്ത്രീകളെ നമുക്ക് 7 മണിക്ക് ശേഷം എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. ഉം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആ ലോയില് ഇതുപോലെ രാത്രിയില് കടകൾ തുറന്നു വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഉം. അപ്പൊ ഇതിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്തിരുന്നു. എന്താ പറയാ, ഇതിൽ എങ്ങനെ നമുക്ക് റിലാക്സേഷൻസ് കൊണ്ടുവരാൻ പറ്റും എന്ന് നോക്കി. എന്നുവെച്ചാൽ കുറച്ച് ഫുൾ കേരള ഉള്ള ഒരു സ്റ്റഡി ആയിരുന്നു, ക്വാളിറ്റേറ്റീവ് ആയിരുന്നു സ്റ്റഡി. അപ്പൊ അതിന്റെ ബേസിസിൽ നമ്മൾ കുറച്ച് റെക്കമെൻഡേഷൻസ് ഗവൺമെന്റിന് കൊടുത്തിരുന്നു. ഇപ്പൊ 2018 അതൊരു അമെന്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഉം. സ്ത്രീകൾക്ക് ആക്ച്വലി കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ടിനടിയിൽ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാം. 9 മണി വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. 9 മണിക്ക് ശേഷവും ജോലി ചെയ്യാം, പ്രൊവൈഡഡ് പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എംപ്ലോയേഴ്സ് കൊടുക്കണം. അപ്പൊ നമ്മള് ബേസിക് ആ ഒരു റെക്കമെൻഡേഷൻ ആണ് കൊടുത്തത്. ഗവൺമെന്റ് എല്ലാ റെക്കമെൻഡേഷൻസും കൊടുത്തതുപോലെ എടുത്തിട്ടില്ല. അതിൽ കുറച്ച് ഇപ്പോഴും റെസ്ട്രിക്റ്റീവ് പ്രൊവിഷൻസ് ഉണ്ട്, ഈവൻ ദോ രാത്രിയിൽ വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോഴും. ബട്ട് സ്റ്റിൽ അതൊരു വലിയ കാര്യമാണല്ലോ. അതായത് നേരത്തെ ഒട്ടും പറ്റില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് സ്ത്രീകൾക്ക് രാത്രിയിൽ ജോലി ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ Yeah. കൊച്ചിയിലാണെങ്കിലും പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരുപാട് ചേച്ചിമാരെ കാണാം വൈകുന്നേരം റെസ്റ്റോറൻറ്റ്സിലും ഉം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത്. രാത്രി 10-11 മണി വരെയൊക്കെ എനിക്ക് തോന്നുന്നു കൊച്ചി ഭയങ്കര ലൈവാണ്, ഉം. 11-12 ഒക്കെ വരെ. കാരണം സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു രാത്രിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ത്രീകൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു രാത്രിയിൽ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ഐ മീൻ ദാറ്റ്സ് എ ഗുഡ് തിങ്. ഒരു എക്കോണമി ഫ്ലറിഷ് ചെയ്യുന്നുണ്ടെന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. സെക്കൻഡ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് ഫാക്ടറീസിൽ എടുത്തു. അതായത് നമ്മുടെ ഫാക്ടറീസ് ആക്ട് 1948 അതിനോട് ഫാക്ടറീസ് എന്ന് വെച്ചാൽ ലേബർ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു ഐറ്റം ആണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത്. സ്വാഭാവികമായിട്ടും സെൻട്രലിന് ഒരു ലോ ഉണ്ടാവും, സ്റ്റേറ്റ് ക്യാൻ മേക്ക് റൂൾസ്. അപ്പൊ സ്റ്റേറ്റിന്റെ റൂൾസ് കേരള ഫാക്ടറീസ് റൂൾസ് ആണ്. 1957 ആ റൂൾസ്. ഇപ്പൊ നിലവിൽ ഇതെല്ലാം ലേബർ കോഡ് വന്നപ്പോൾ അതിൽ സബ്സ്യൂം ആയിട്ടുണ്ട്. പക്ഷെ ആ നിയമത്തിനടിയിലും ഇതുപോലെ തന്നെ ഒരു സെക്ഷൻ 66 ഉണ്ട്. അതായത് സ്ത്രീകൾക്ക് ഇതുപോലെ നൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. രാത്രി 7 തൊട്ട് രാവിലെ 6 മണി വരെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അതുപോലെ തന്നെ നമ്മൾ കേരള റൂൾസിലും ഉണ്ട്. കേരള റൂൾസിലും അതേ സെയിം നൈറ്റ് ഷിഫ്റ്റ് ബാൻ ഉണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ബാൻ കൂടാതെ മറ്റൊരു റെസ്ട്രിക്ഷൻ ഉള്ളത് സർട്ടൻ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിൽ, അതായത് നമ്മുടെ ഗവൺമെന്റ് റൂൾസിനടിയിൽ എന്താ പറയാ ഡേഞ്ചറസ് ആണെന്ന് ക്ലാസിഫൈ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ട്, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പം ഈ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഫാക്ടറി ഫ്ലോറുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള വളരെ സ്പെസിഫിക് ആയിട്ട് അവർ വളരെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു മോർ ദാൻ 20 മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് ബാൻ ഉണ്ട്. അതായത് അവരെ സ്ത്രീകളെ എടുക്കുകയില്ല അങ്ങനെയുള്ള ഫാക്ടറി ഫ്ലോറുകളിലേക്ക്. അപ്പോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഉണ്ട്. ഇപ്പൊ നിലവിൽ ലേബർ കോഡ് വന്നപ്പം ആക്ച്വലി ഇത് കുറച്ച് റിലാക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ നൈറ്റ് ഷിഫ്റ്റിന്റെ റെസ്ട്രിക്ഷനും എടുത്തു കളഞ്ഞു. അതുപോലെ ഈ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് വിച്ച് ആർ കൺസിഡർഡ് ടു ബി ഡേഞ്ചറസ് അതിലും സ്ത്രീകൾക്ക് ജോലി ചെയ്യാം എന്നുള്ള രീതിയിൽ ലാക്ടേറ്റിംഗ് മദേഴ്സും പ്രഗ്നന്റ് മദേഴ്സിനെ മാത്രമാണ് അതിനകത്തുനിന്ന് എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നത്. ബാക്കി എല്ലാവർക്കും ജോലി ചെയ്യാം, പ്രൊവൈഡഡ് നമ്മള് വർക്ക് പ്ലേസ് സേഫ്റ്റിയും മറ്റ് കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കണം. അപ്പൊ അതെന്തൊക്കെ കണ്ടീഷൻസ് എംപ്ലോയേഴ്സിന്റെ മുകളിൽ കൊണ്ടുവരണം എന്നുള്ളത് ക്യാൻ ബി ഡിസൈഡഡ് അണ്ടർ ദ റൂൾസ് ഓഫ് ദ ഗവൺമെന്റ്, ഏതാ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഓൾറെഡി ലേബർ കോഡ്സ് വന്നതുകൊണ്ട് ഞാൻ ആ ഡ്രാഫ്റ്റ് റൂൾസ് ആണ് കൂടുതൽ നോക്കിയത്. അതായത് അവർ റിലാക്സ് ചെയ്ത ഡ്രാഫ്റ്റ് റൂൾസ് ഫൈനൽ ആയിട്ടില്ല, ഡ്രാഫ്റ്റ് റൂൾസിൽ എത്രമാത്രം ഇവർ റിലാക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. കാരണം ഒബ്വിയസ്ലി ലേബർ കോഡ്സ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോ അതിനകത്തുള്ളൊരു ഇഷ്യൂ എനിക്ക് തോന്നിയത്, കാര്യം ഇവര് നൈറ്റ് ഷിഫ്റ്റ് റിലാക്സ് ചെയ്തെങ്കിലും നൈറ്റ് ഷിഫ്റ്റ് കൊണ്ടുണ്ടായിരുന്ന നൈറ്റ് ബാൻ കൊണ്ടുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇപ്പൊ കേരളത്തിലാണെങ്കിലും 24/7 വർക്ക് ചെയ്യുന്ന ഒരുപാട് ഫാക്ടറികളുണ്ട്. അപ്പൊ ഉം. അവിടെ നമ്മൾ 3 ഷിഫ്റ്റിലാണ് എപ്പോഴും വർക്ക് ചെയ്യുക. നമുക്കൊരു ഉം. ഏർലി മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടാവും, ഒരു 6 to 2 പോലെ. ഉം. പിന്നെ ഒരു 2 to ഈവനിങ് 10 ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. പിന്നെ 10 ഉം. to മോർണിംഗ് ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. ഉം. അപ്പൊ ഇങ്ങനെ ഒരു ലോ നിലനിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ? നമുക്ക് ഏർലി മോർണിംഗ് ഷിഫ്റ്റിൽ മാത്രമേ സ്ത്രീകളെ ഫാക്ടറി ഫ്ലോറിൽ ഇടാൻ പറ്റുള്ളൂ. മറ്റേ ഉം. 2 ഷിഫ്റ്റിലും ഇടാൻ പറ്റില്ല. രാത്രി 10 ഉം. മണി വരെയുള്ള ഷിഫ്റ്റിലും പറ്റില്ല, ഉം. മോർണിംഗ് ഷിഫ്റ്റിലും പറ്റില്ല. ഉം. ഇപ്പൊ 2 ഷിഫ്റ്റിൽ ഇടാൻ പറ്റാത്തപ്പോ സ്വാഭാവികമായിട്ട് ആൾക്കാർ ഒരു ഷിഫ്റ്റിനായിട്ട് ആൾക്കാരെ എടുക്കൂലല്ലോ, സ്ത്രീകളെ ഉം. എടുക്കില്ല. ഉം. എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് FACT അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയിരുന്നു. നമ്മുടെ ഉം. മേജർ ആയിട്ടുള്ള പല കമ്പനികളിലും പോയപ്പോൾ അവിടെയൊക്കെ ഈ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ കാറ്റഗറിയിൽ സ്ത്രീകൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. അത് ഉം. റെഗുലർ ഷിഫ്റ്റാ, രാവിലെ 8 തൊട്ട് ഉം. 4 വരെ അല്ലെങ്കിൽ 8 തൊട്ട് 5 വരെയുള്ള ഷിഫ്റ്റ്. അതില് ഒരു ഒരു എനിക്കൊന്നൊരു ഭൂരിഭാഗവും സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ഉം. ഫാക്ടറി ഫ്ലോറിലേക്ക് ചെല്ലുമ്പോൾ യു വിൽ നോട്ട് ഫൈൻഡ് എന്താ പറയുക, ഉം. ഇതുപോലെ സ്ത്രീകളെ കാണില്ല. കാരണം ഇതാണ് ഒരു മേജർ ഇഷ്യൂ, ഇങ്ങനെ ഉം. ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഇതിനെതിരെ ഇതിലൊരു കേസും ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ ഒരു കേസിന്റെ പേര് ഞാൻ വിട്ടുപോയി. പക്ഷെ ഒരു നമ്മുടെ KMML ഇല്ലേ, ഉം. കൊല്ലത്തുള്ള, അവിടെ ഉം. ഒരു ഇതുപോലെ ഒരു സേഫ്റ്റി ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടി പെർമനന്റ് ജോബ് നോട്ടിഫിക്കേഷൻ വന്നപ്പോ നോട്ടിഫിക്കേഷനകത്ത് ഉള്ളി മെയിൽ കാൻഡിഡേറ്റ്സ് പ്രിഫേർഡ് എന്ന് പറഞ്ഞിട്ട് വന്നു. സോ ഉം. ഷീ ആക്ച്വലി ഫൈൽഡ് എ കേസ് അഗേൻസ്റ്റ് ഇറ്റ് നമ്മുടെ ഉം. ഹൈക്കോടതിയിൽ. ഉം. അപ്പൊ അതില് കോടതി ഇത് പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ, കാരണം സേഫ്റ്റി ട്രെയിനിങ് ആയിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത് ഇതുപോലെ 24/7 വർക്ക് ചെയ്യേണ്ട ഷിഫ്റ്റിലുള്ള വർക്ക്, അവരുടെ വർക്ക് ഷിഫ്റ്റിലുള്ള വർക്കാണ്. അപ്പം അങ്ങനെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോഴേ മീൻ അതൊരു ഭയങ്കര ഒരു ക്ലിയർ ഒരു ഡിസ്ക്രിമിനേഷൻ ആണ് അവിടെ വരുന്നത് എംപ്ലോയ്മെന്റിൽ. അപ്പം അതിനെതിരെ ഫൈറ്റ് ചെയ്തു. എന്നിട്ട് കോടതി ഡെഫിനറ്റ്ലി ആർട്ടിക്കിൾ 14 വയലേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ആ പ്രൊവിഷൻ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഉം. സ്റ്റിൽ എന്നാലും അങ്ങനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഇവിടെ അത് വളരെ കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നില്ല. അപ്പൊ ഉം. അതിന് നമ്മൾ ഇതുപോലെ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിരുന്നു ഗവൺമെന്റിന്, ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. ഉം. പിന്നെ ഈ OSHന്റെ, അതായത് ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡിനകത്താണ് ലേബർ ഉം. കോഡ്സിൽ ഇത് സബ്സ്യൂം ചെയ്തിരിക്കുന്നത്, ഈ പർട്ടിക്കുലർ ലോ. ഉം. അപ്പൊ അതിൽ വന്ന റിലാക്സേഷൻസ് വന്നപ്പം ഈ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നു കേരളം. പക്ഷെ എന്നാലും ഉം. ഡ്രാഫ്റ്റിനകത്തും കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. റിലാക്സ് ചെയ്യുന്ന രീതിയിലാണ് ഡ്രാഫ്റ്റ് എങ്കിലും അതിൽ എംപ്ലോയേഴ്സിന്റെ മുകളിൽ ഒരുപാട് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൊടുക്കണം, അക്കോമഡേഷൻ വേണമെങ്കിൽ അത് കൊടുക്കണം, ഫീമെയിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടാവണം, ഫീമെയിൽ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവണം. അതായത് മൊത്തം സൂപ്പർവൈസേഴ്സിന്റെ വർക്ക് ഫോഴ്സിൽ 1/3 സ്ത്രീകളായിരിക്കണം. അങ്ങനെ ഉം. വളരെ സ്പെസിഫിക് നമ്പേഴ്സ് വരെ ഉണ്ട്. ഉം. രാത്രി ഷിഫ്റ്റിൽ ഇടണമെങ്കിൽ മിനിമം ഒരു ഗ്രൂപ്പ് ഓഫ് 5 2 സ്ത്രീകൾ ഉണ്ടാവണം. ഉം. അങ്ങനെ വരെ സ്പെസിഫിക് പ്രപ്പോർഷൻസ് അവർ ഇട്ടിട്ടുണ്ട്. അപ്പം ഉം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എങ്ങനെ അത് പ്രാക്ടിക്കൽ ആവുമെന്ന്. കാരണം ഓൾറെഡി ഉം. ഒരുപാട് സ്ത്രീകൾ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു ഫാക്ടറി ഫ്ലോറിൽ, ഉം. ബിക്കോസ് ഓഫ് അതർ ലോസ്. വർഷങ്ങളായിട്ട് ഇല്ലാത്തൊരു സാഹചര്യത്തില് ഒരു ഉം. എംപ്ലോയർക്ക് സ്ത്രീകളെ ജോലി ചെയ്യിപ്പിക്കണം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാ കൊണ്ടുവരാൻ പറ്റുക. ഉം. അപ്പൊ അത് ഭയങ്കര ഒരു ആഡഡ് ഒരു 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 പെട്ടെന്ന് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലല്ല ആ നിയമം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഉം. അതിനും നമ്മൾ കുറെ സജഷൻസ് ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഡ്രാഫ്റ്റ് റൂൾസ് എങ്ങനെ അമെൻഡ് ചെയ്യാം എന്നുള്ളതിൽ. ഉം. പിന്നെ ഈ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഡേഞ്ചറസ് ആണെന്ന് പറയുന്ന കാര്യത്തിൽ അതിലും എനിക്ക് തോന്നുന്നു കാര്യം ലേബർ കോഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അത് എടുത്ത് കളയണം എന്ന് പറയുന്നുണ്ട്. ഉം. only exemption was lactating mothers and pregnant women, which is very rational. അതല്ലാതെ എല്ലാവരെയും സ്ത്രീകൾക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ ഇഫ് ദേ കൺസെന്റ് ടു വർക്ക്, അവർക്ക് ഈ നൈറ്റ് ഷിഫ്റ്റിലും അതുപോലെ തന്നെ ഈ ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ പോലും അത് പറഞ്ഞ് ഇൻഫോംഡ് ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവസരം കൊടുക്കണം എന്നാണ് സെൻട്രൽ ലേബർ കോഡ് പറയുന്നത്, OSH കോഡ് പറയുന്നത്. ഉം. പക്ഷെ അതിലും സ്റ്റേറ്റിന്റെ റൂൾസ് വന്നപ്പോൾ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റേറ്റിന്റെ റൂൾസിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു 13 പർട്ടിക്കുലർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിൽ ദേ സ്റ്റിൽ ഹാഡ് റെസ്ട്രിക്ഷൻസ്. ഉം. ഒരു ഉം. ഒരു ആ റെസ്ട്രിക്ഷൻസ് അവർ എടുത്തു കളഞ്ഞില്ല. ഉം. നേരത്തെ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു പഴയ നിയമത്തില് 1957 നിയമത്തിൽ ഏതാണ്ട് ഒരു മോർ ദാൻ 20 ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റഡ് ആയിരുന്നെങ്കിൽ അതൊരു 7-8 കുറഞ്ഞിട്ട് ഒരു 13 എത്തി നിന്നു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് മാത്രമാണ് അവരത് ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. പക്ഷെ ഡ്രാഫ്റ്റ് റൂൾസ് നിലവിൽ വന്നിട്ടില്ല. പിന്നെ ഈ ഇടയ്ക്ക് ഫാക്ടറീസിനകത്ത് തന്നെ അവർ അമെന്റ്മെന്റ് ഒക്കെ കൊണ്ടുവരാൻ നോക്കിയിരുന്നു, ഈ ലേബർ കോഡ് വരുന്നതിന് മുമ്പായിട്ട് ഫാക്ടറീസ് നിലവിലുള്ള നിയമത്തിൽ. ഉം. പിന്നെ ഇതിൽ വേറെ കാര്യം പറയാനാണെങ്കിൽ ഇങ്ങനത്തെ ലോസ് ഉണ്ടാക്കുമ്പോൾ ഒരു മറ്റൊരു ഇഷ്യൂ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒക്യുപ്പേഷണൽ സെഗ്രിഗേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഉം. അപ്പം എന്റെ ഞാൻ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ആലപ്പുഴയിലെ കോയർ ഫാക്ടറീസിൽ പോയിരുന്നു.
ഉം. അപ്പം ഈ ലോയില് ഒരു പർട്ടിക്കുലർ ഈ ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് സ്റ്റെൻസിലിംഗ് ആൻഡ് ഡൈയിങ് ഓഫ് മാത്സ്, കൊയർ മാത്സ്. അതായത് നമ്മള് ഈ കെമിക്കൽ ഡൈസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കെമിക്കൽ ഡൈസ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെൻസിലിങ്ങും കാര്യങ്ങളും ഒന്നും സ്ത്രീകൾ ജോലി ചെയ്യാൻ പാടില്ല. സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ജോലിയല്ല. ഉം. അപ്പൊ ഇത് എന്താണെന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ പോയത്. അപ്പം അവിടെ ചെന്ന് നോക്കിയപ്പം എന്താ പറയാ, ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്നത് ചേച്ചിമാരാണ്, മെയിൻ വർക്ക് ചേട്ടന്മാരാണ് ചെയ്യുന്നത്. പക്ഷെ ഉം. ഇതിന്റെ സൈഡിലൊക്കെ പ്രോപ്പറായിട്ട് ഇപ്പൊ അവരുടെ ആ ഒരു ഡിസൈനിലൊന്നും പ്രോപ്പറായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫൈനൽ പരിപാടിയൊക്കെ ചെയ്യുന്നവരാ. അപ്പൊ അവിടുത്തെ HR എന്നോട് പറഞ്ഞു, നിയമം വന്നത് 57 അന്ന് കെമിക്കൽ ഡൈസ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഒത്തിരി വാട്ടർ ബേസ്ഡ് ഡൈസും കാര്യങ്ങളും ഒക്കെ നാട്ടിലുണ്ട്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ചേച്ചിമാര് ചെയ്യുന്നത് കൊണ്ട് ആക്ച്വലി ഉണ്ടാവുന്നൊന്നും ഇല്ല. പക്ഷെ എന്താ പറയാ, നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് നിയമം മാറുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ മെയിൻ ഇഷ്യൂ. അപ്പോ പക്ഷെ അതുകൊണ്ട് വേറൊരു പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒക്യുപ്പേഷണൽ സെഗ്രിഗേഷനും പേ ഗ്യാപ്പും ഉണ്ടാവും. കാരണം ചില പർട്ടിക്കുലർ സ്പെഷ്യലൈസ്ഡ് ഇങ്ങനത്തെ ജോലികൾ ചെയ്യുന്നവർക്ക് ശമ്പളം കൂടുതൽ ഉണ്ടാവും. അതുപോലെ ഇത് ഇപ്പം നമ്മള് സ്ത്രീകൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മെൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആ ലോ കാരണം ഒരു സെഗ്രിഗേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഇത് ജെൻഡർ ബേസ്ഡ് ഒരു സെഗ്രിഗേഷൻ മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ജോലികൾ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജോലികൾ ഒന്നും തന്നെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതലും ഇൻഫോർമൽ, അൺസ്കിൽഡ് അല്ലെ സെമി സ്കിൽഡ് വർക്കുകളാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഫാക്ടറികളിലൊക്കെ. അപ്പൊ അവരുടെ പേ എന്ന് പറയുന്നത് കമ്പയർഡ് ടു അവരുടെ കൊളീഗ്സ്, മെൻ കൊളീഗ്സ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. സെയിം കൈൻഡ് ഓഫ് വർക്ക് ചെയ്യുന്നവർക്ക് സെയിം, അല്ലാതെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു മൊബിലിറ്റി ഇല്ലല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലും അവർക്കില്ല അവിടെ. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഈ നിയമം കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ പറയാ റീഇൻഫോഴ്സ് ചെയ്യുന്ന പോലെയാണ് ഇങ്ങനത്തെ നിയമങ്ങൾ വരുമ്പോൾ. അതുപോലെ ഒരു ഈ കോയർ ഫാക്ടറിയിലെ എക്സാമ്പിൾ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം റിഫൈനറികളിലും ഒന്നും സ്ത്രീകൾക്ക് അധികം ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ ഈ ഫാക്ടറി ഫ്ലോറിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ. പക്ഷെ അവിടെ ഇപ്പൊ എന്നോട് ഞാനൊരാളോട് സംസാരിച്ചപ്പം, ഒരു ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ ആളെന്നോട് പറഞ്ഞു, പക്ഷെ ഹൗസ് കീപ്പിംഗ് ഒക്കെ ഫ്ലോറിൽ ചെയ്യുന്നത് ചേച്ചിമാരാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഫാക്ടറി ഫ്ലോറിൽ ഓൺ റോള് ആൾക്കാരെ എടുക്കാൻ പറ്റില്ല, പക്ഷെ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന ഇൻഫോർമൽ വർക്ക് ചെയ്യുന്നത് എന്താ പറയാ ചേച്ചിമാരാണ് ചെയ്യുന്നത്. അപ്പൊ ആ വാട്ട് ഇസ് ദ ലോജിക് ബിഹൈൻഡ് ദീസ് ലോസ്? സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇവരെ, എന്താ പറയാ, കെമിക്കൽ ആയിട്ടുള്ള അങ്ങനത്തെ ഇന്ററാക്ഷൻസ് വരരുത്, അവർക്ക് ഡേഞ്ചറസ് ആയിട്ടൊന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ ആണ് ആ ലോയ്ക്ക് ഉള്ളതെങ്കിൽ, പിന്നെ സ്ത്രീകളാണ് അവിടെ ഫാക്ടറി ഫ്ലോറിൽ തൂക്കാനും തുടയ്ക്കാനും വരുന്നതെന്ന് പറയുമ്പോൾ അതിനകത്തൊരു അവരുദ്ദേശിക്കുന്ന ഒരു ലോജിക്ക് വരുന്നില്ലല്ലോ. അപ്പം അങ്ങനത്തെ കുറെ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഫീൽഡിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഈ റെസ്ട്രിക്ഷൻസ് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ എല്ലാം ചെല്ലുമ്പം ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ്. എനിക്ക് തോന്നുന്നു ടയർ കമ്പനികളിൽ ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നില്ല ഒരു ടയർ കമ്പനീസ് 2-3 ഉണ്ട് കേരളത്തിൽ. പക്ഷെ അവിടെ ഒന്നും സ്ത്രീകള് ഫാക്ടറി ഫ്ലോറുകളിൽ ജോലി ചെയ്യുന്നില്ല. അപ്പോ അതിലെന്താന്ന് ചോദിച്ചാൽ ഇതുപോലെ ഫാക്ടറീസ് ആക്ട് എടുത്ത് നോക്കിയാ ഫാക്ടറീസ് ആക്ടിൽ ഇങ്ങനത്തെ കുറെ ഇതുണ്ട് കേട്ടോ. ഇപ്പം ലേബർ കോഡ് വന്നതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ പറയേണ്ട ആവശ്യമില്ലാന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതായത് വെയിറ്റ് എടുക്കുന്നതിന് വരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഇത്ര വെയിറ്റ് വരെ സ്ത്രീകൾക്ക് എടുക്കാൻ പാടുള്ളൂ, ഇത്ര വെയിറ്റ് വരെ ഇന്ന ആൾക്ക് എടുക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് ആക്ടിലും ഉണ്ട് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ. അപ്പൊ അങ്ങനെ അഗെയിൻ ഫിസിക്കൽ ഡിഫറൻസസ് ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ എന്നാൽ പോലും അങ്ങനത്തെ വളരെ സ്പെസിഫിക് റെസ്ട്രിക്ഷൻസ് നമ്മുടെ നിയമങ്ങളിലുണ്ട്, ഇത്ര ഇതേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പൊ ഒരു ടയർ മാനുഫാക്ചറർ എന്നോട് പറയായിരുന്നു, പണ്ടൊക്കെ വലിയ വലിയ ഹെവി മെഷീനറീസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, ആ സമയത്ത് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലോജിക്കലായിട്ട് തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ മെഷീനറീസ് ഒക്കെ വളരെ അപ്ഡേറ്റഡ് ആയി, വളരെ ലൈറ്റ് മെഷീനറീസ് ആണ്, ചെറിയ വളരെ എന്താ പറയാ അസിസ്റ്റൻസ് ഒക്കെ ചെയ്തു കൊടുക്കേണ്ട മെഷീനറീസ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ളപ്പം നമ്മൾ ഈ വീണ്ടും 57 നിയമം നിലവിൽ കൊണ്ടുവന്ന് പറയുമ്പം സ്ത്രീകൾക്ക് ഒരു ചോയ്സ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് അത് വരുന്നത്. അപ്പം എന്റെ അഭിപ്രായത്തില് ഈ നിയമങ്ങളെല്ലാം മാറേണ്ട സമയമായി. അതായത് യു ഷുഡ് ഒരു ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ടാവണം. എനിക്ക് എവിടെ ജോലി ചെയ്യണം, എപ്പോ ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ബേസിക് റൈറ്റ്, ഒരു ഫ്രീഡം അതെനിക്ക് ഉണ്ടാവണല്ലോ, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ജെൻഡർ ഓർ വാട്ട് എവർ.
ഉം. സോ അതാണ് പലപ്പോഴും ഇങ്ങനത്തെ നിയമങ്ങളിൽ റെസ്ട്രിക്റ്റഡ് ആവുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കേസുമാണ്. കാരണം ഇവിടെ പലപ്പോഴും സർക്കാർ വളരെ നല്ല ഉദ്ദേശത്തോടെയൊക്കെ ആയിരിക്കും പലതും ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നല്ല കാര്യം എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ ഇവിടേക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നമ്മളുടെയൊക്കെ അച്ഛനും അമ്മയും പോലെയൊക്കെ ആയിട്ടാണ് ഒരു പെറ്റേണലിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത്. നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മളെക്കാളും നന്നായിട്ട് അറിയുന്നത് സർക്കാരിനാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ജോലി തന്നെ ഇല്ലാതായി പോവുക, സ്ത്രീകൾക്ക് ആ ജോലിയിലേക്കുള്ള ഒരു പ്രവേശനം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പലപ്പോഴും ഇല്ലീഗലായിട്ടുള്ള പല ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള വഴികളിലൂടെ ഇത് ചെയ്യുക, സ്ത്രീകളെ തന്നെ ഹയർ ചെയ്യുക, അങ്ങനത്തെ പല കേസുകളിലേക്കും ഇത് മാറാറുണ്ട്. ഇതൊക്കെ അൾട്ടിമേറ്റ്ലി സ്ത്രീകളെ തന്നെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അനു പറഞ്ഞു വരുന്നതും. അപ്പോൾ ഞാനപ്പോ ഇതിനെ പറ്റിയിട്ട് ഒന്നും കൂടി ആലോചിച്ചപ്പോൾ ഇത് കാരണമൊക്കെ സ്ത്രീകളുടെ എംപ്ലോയ്മെന്റിനെയും ഓപ്പർച്യൂണിറ്റീസിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസെന്റ് 2025 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ റിപ്പോർട്ടും വേൾഡ് എക്കണോമിക് ഫോറം ഇറക്കിയിരുന്നു. അതിൽ ഇന്ത്യയുടെ റാങ്കിങ് 131 148 കൺട്രീസിൽ. അപ്പോൾ വളരെ മോശം ഉം. റാങ്കിങ് ആണ്. ഇതിൽ എക്കണോമിക് പെർഫോമൻസും നമ്മളുടെ പൊളിറ്റിക്കൽ ഇതിലൊക്കെയുള്ള പാർട്ടിസിപ്പേഷനൊക്കെ വളരെ കുറവാണ് എന്നുള്ള രീതിയിലാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ബംഗ്ലാദേശിന്റെ റാങ്ക് എത്രയായിരിക്കും എന്നറിയോ? എന്തെങ്കിലും ഗസ് ഉണ്ടോ? ബെറ്റർ ആയിരിക്കും ഡെഫിനറ്റ്ലി. Yeah. ബംഗ്ലാദേശിന്റെ റാങ്ക് ആക്ച്വലി 24th പൊസിഷൻ Yeah. ആണ്. Yeah. 24th റാങ്ക് ആണ്. അതായത് Okay. സിംഗപ്പൂരിനെക്കാളൊക്കെ മുകളിലാണ് ബംഗ്ലാദേശിന്റെ റാങ്ക് ഇതിൽ. കാരണം ഉം. ബംഗ്ലാദേശ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇപ്പൊ അവരുടെ ടെക്സ്റ്റൈൽ ഉം. ഇൻഡസ്ട്രി ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അവിടെ സ്ത്രീകൾക്ക് ഈസിലി എംപ്ലോയ്മെന്റ് കിട്ടുന്നുണ്ട്. അവരുടെ ഭയങ്കര. പൊളിറ്റിക്കൽ ഇതിലും സ്ത്രീകൾ കുറെ അധികം ആക്റ്റീവ് ആണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന കാര്യവും ഖലീദ സിയ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ അറിയാലോ. അപ്പോൾ അവിടെ ആക്ച്വലി വളരെയധികം ഉം. ഫാർ ബെറ്റർ ആണ് ഇന്ത്യനേക്കാളും. അപ്പോൾ അവരൊക്കെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഉം. നല്ല പോളിസീസ് കൊണ്ടും അല്ലെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടും സ്ത്രീകളുടെ സിറ്റുവേഷൻ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഉം. മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോഴത്തെ സ്ത്രീകളുടെ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ എങ്ങനെയാണ്? അത് സാറ്റിസ്ഫാക്ടറി ആണോ? എന്തൊക്കെയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക? അനുവിനും സോനലിനും രണ്ടുപേർക്കും അഭിപ്രായം പറയാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഫാക്ടറീസിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്. ഉം. ഈ സെയിം പ്രശ്നം മറ്റ് ഒരുപാട് സെക്ടേഴ്സിലുണ്ട്. അതായത് ഇപ്പം വേറൊരു ഏരിയ ആണ് അബ്കാരി നിയമങ്ങൾ. അത് കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്ക് ഈ പറയുന്ന ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ഉം. ലിക്കർ എവിടെയെങ്കിലും കൊടുക്കുന്നിടത്ത് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കേരളത്തിൽ ഇതുപോലെ തന്നെ സ്ത്രീകൾ ഫൈറ്റ് ചെയ്തിട്ടാണ് പല നിയമങ്ങളും മാറിയത്. ഉം. ഒന്നാമത്തെ എനിക്കൊന്ന് ബെഫ്കോ, നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ബെഫ്കോയിൽ സ്ത്രീകളെ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്ന നിയമം ഉണ്ടായിരുന്നു. അത് ഉം. F1 ലൈസൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. FL1 ലൈസൻസ് ആണ്. ഉം. അതില് ഇതുപോലെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ വളരെ റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു 2018 2019 ഒരു കേസ്, സനൂജ എന്ന് പറഞ്ഞിട്ടൊരു കേസ്, ആ ലേഡി പോയി കേസ് ഫൈറ്റ് ചെയ്ത് ഉം. മാറിയതാണ്. അതിനുശേഷമാണ് PSC എഴുതി ഇപ്പൊ നമുക്ക് ചേച്ചിമാരെ കാണാം ഡെഫ്കോയിൽ. ഉം. ഉം. പക്ഷെ നേരത്തെ ലോജിക് ഇതായിരുന്നു, ലിക്കർ സെർവ് ചെയ്യുന്ന സ്ഥലങ്ങൾ. പക്ഷെ അവിടെ സെർവ് ചെയ്യുന്ന പോലും ഇല്ലാന്ന് ആലോചിക്കണം. ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകുന്നേ ഉള്ളൂ. പബ്ലിക് കൺസംഷൻ നമ്മുടെ നാട്ടിൽ പറ്റില്ല. ഉം. പക്ഷെ സ്റ്റിൽ വിമനെ ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഉം. സെക്കൻഡ് ഒരു ഇത് ഇതേ റെസ്ട്രിക്ഷൻ FL3 ലൈസൻസ് ഉള്ള, അതായത് ബാർ ലൈസൻസ് ഉള്ള ഹോട്ടൽസിന് ആപ്ലിക്കബിൾ ആണ്. ഉം. പിന്നെ എക്സൈസ് ലോസിൽ അത് കൂടാതെ കുറെ എന്താ പറയാ ഇതുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് ലൈസൻസസ് ഉണ്ട്. FL4A ലൈസൻസ് പറഞ്ഞൊരു ലൈസൻസ് ഉണ്ട്. ക്ലബ് ലൈസൻസ് ആണ്. ക്ലബ് ലൈസൻസിലും ഇതുപോലെ തന്നെ നോൺ വിമൻ ഷാൽ ബി എംപ്ലോയിഡ് ഇൻ എനി കപ്പാസിറ്റി ഇൻ ദ ക്ലബ് ഇൻ കണക്ഷൻ വിത്ത് ദ സെയിൽ ഓഫ് ലിക്കർ എന്ന് പറയുന്നുണ്ട്. ഉം. പിന്നെ അതുപോലെ FL11 ലൈസൻസ് ഉണ്ട്. അഗൈൻ ബിയർ വൈൻ പാർലർ ലൈസൻസ് ആണ്. അതില് സ്ത്രീകൾക്ക് ലൈസൻസ് ആവാം, പക്ഷെ സ്ത്രീകളെ ജോലിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കുറെ എന്താ പറയാ ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട് ആ ലോയിൽ. ഉം. അപ്പൊ ഇതെല്ലാം എന്താ പറയാ, നമ്മൾ നേരത്തെ ഇപ്പൊ ആനന്ദ് പറഞ്ഞാണ് അതിനകത്തെ പ്രശ്നം. അതായത് ഒരു പെറ്റേണലിസ്റ്റിക് അപ്രോച്ച് ആണ് ഇതിലെല്ലാം എടുക്കുന്നത്. ഉം. പക്ഷെ സ്ത്രീകളുടെ സേഫ്റ്റി എൻഷോർ ചെയ്യാന്നുള്ളത് ലോ ആൻഡ് ഓർഡർ ഒരു സ്റ്റേറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അത് പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും സ്ത്രീകളെ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ എക്സ്പോഷർ കൊടുക്കാതെ നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നു എന്നുള്ളൊരു ഒരു 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 പ്രിവെന്റീവ് ആറ്റിറ്റ്യൂഡാണ് അതിനകത്ത് എടുക്കുന്നത്. ഉം. അവരെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് എന്താ പറയാ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു നമ്മളെ ഇപ്പം ആനന്ദ് പറഞ്ഞ പോലെ ഒരു ഡാഡി പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഒരു പ്രൊട്ടക്റ്റീവ് ആറ്റിറ്റ്യൂഡാണ് സ്റ്റേറ്റിനുള്ളത്. ഉം. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചോണ്ടിരിക്കുമ്പം ഈ പ്രശ്നമുണ്ട്. ഇപ്പൊ ബംഗ്ലാദേശിന് ഇതുപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇപ്പൊ ഇന്ത്യയുടെ ആണെങ്കിലും
ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എടുത്താൽ നമ്മൾ ബാക്കി എല്ലാ രീതിയിലും മുന്നിലാണ്. എഡ്യൂക്കേഷൻ, കേരളത്തിന്റെ സ്പെസിഫിക് കേസ് എടുത്താൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിലെല്ലാം കേരളം വളരെ മുന്നിലാണ്. ഉം. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ലേബർ മാർക്കറ്റ് ആ ഒരു ട്രാൻസ്ലേഷൻ കാണുന്നില്ല നമ്മൾ ലേബർ മാർക്കറ്റിൽ. ഉം. അതിന് വൺ ഓഫ് ദ റീസൺസ് ഇതാണ്. ഡെഫിനറ്റ്ലി ലീഗൽ ഇഷ്യൂസ് ഉണ്ട്, ലീഗൽ ബാരിയേഴ്സ് ഉണ്ട്. ഇനി അതല്ലാതെ കുറെ ആൾക്കാരും ഇൻഫോർമൽ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് വേറൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല, ഈ പറയുന്ന എഡ്യൂക്കേഷനും ഹെൽത്തും ഒന്നും. ഉം. ഇന്ത്യയുടെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഇപ്പൊ 40%, 41% ഒക്കെ റീസെന്റ് ഇതിൽ പറയുന്നത്. എഗൈൻ ഉം. അതിനും കുറെ ഇതുണ്ട് കേട്ടോ, ക്രിറ്റിസിസംസ് ഉണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, ഈ അടുത്ത കാലത്തായിട്ട് ഈ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടാനുള്ള വൺ ഓഫ് ദി മേജർ റീസൺസ് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. ഉം. ഫാമിലി എന്റർപ്രൈസസിൽ ജോലി ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളാ. ഉം. അപ്പോ അതൊക്കെ ക്വാണ്ടിറ്റി വൈസ് ജോലിയുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷെ ഉം. യു ഷുഡ് തിങ്ക് അബൌട്ട് ദ ക്വാളിറ്റി. എത്രമാത്രം ഉം. സ്ത്രീകൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതൊരു ഡിഫറെന്റ് ഉം. ക്വസ്റ്റ്യൻ ആണ്. ഉം. അത് പലപ്പോഴും പറ്റുന്നില്ല. എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ റൂറലിലാണ് എഗെയിൻ എംപ്ലോയ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്, അർബൻ ഏരിയാസിലല്ല. റൂറൽ ഉം. വേഴ്സസ് അർബൻ എഗെയിൻ ഒരു ഡിസ്പാരിറ്റി ഉണ്ട്. റൂറൽ ഉം. ജോലികൾ കൂടുന്നുണ്ട്, അത് ഉം. കൂടുതലും ഇങ്ങനത്തെ ഫാമിലി എന്റർപ്രൈസസിലും സെൽഫ് എംപ്ലോയ്മെന്റിലും ഒക്കെയാണ് കൂടുന്നത്. ഉം. ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഇപ്പം നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൽ ഫോക്കസ് ചെയ്യുന്നത് റാദർ ദാൻ ക്വാളിറ്റി. അപ്പൊ ഉം. അതുകൊണ്ട് തന്നെ ആക്ച്വലി വിമൻ എംപവർമെന്റ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇസ് ഡെഫിനറ്റ്ലി ക്വസ്റ്റനബിൾ. പിന്നെ അഗെയിൻ വേറൊരു കാര്യം പറയാനുള്ളത്, എന്താ ഈ റൂറൽ അർബൻ വേരിയേഷൻ പറയുമ്പോൾ അർബനിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി മേജർ ഇഷ്യൂസ് ഇസ്, എന്താ പറയാ, അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും സ്ത്രീകൾക്ക് അഫക്ട് ചെയ്യുന്ന ഒരു മേജർ പ്രശ്നം ചൈൽഡ് കെയർ ആണ്. ഉം. കാരണം നമ്മുടെ കെയർ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. നമുക്ക് കിട്ടുന്ന ജോലികളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കുറവായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കാരണം ചൈൽഡ് കെയർ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇപ്പൊ നിലവിൽ. നമുക്ക് ഉം. അല്ലാതെ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഗവൺമെന്റിന്റെ അംഗൻവാടികൾ മാത്രം. പക്ഷെ അതും അർബൻ ഏരിയാസിൽ നിങ്ങൾ അധികം കാണില്ലായിരിക്കും. കൂടുതലും ഉം. നമ്മൾ റൂറൽ ഫോക്കസ്ഡ് ആണ് പ്രോഗ്രാം. ഉം. അപ്പോ ഇവിടെ നമുക്ക് ഒരു പ്രോപ്പർ ക്രഷ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഡേ കെയറിലൊക്കെ ഒരു കുട്ടീനെ ആക്കുക എന്ന് പറയുമ്പോൾ അതൊരു അപ്പർ മിഡിൽ ക്ലാസ്സിന് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പർ ഉം. മിഡിൽ ക്ലാസ്സും അതിന് മുകളിലേക്കും ഭയങ്കര ഉം. എക്സ്പെൻസീവ് ആണ്. അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഒരു മാസം ചിലപ്പോൾ 10-25,000 രൂപ നമ്മളൊരാളെ കുട്ടീനെ നോക്കാൻ ഏൽപ്പിച്ചാൽ കൊടുക്കേണ്ടി വരും. പുറത്തു പോയി ഒരു IT സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ അത്ര ശമ്പളമേ കിട്ടുള്ളൂ. ഉം. അപ്പൊ ഡെഫിനറ്റ്ലി ദേ വിൽ തിങ്ക് ഏതിന് കൂടുതൽ ചെയ്യണം, ഞാൻ വീട്ടിലിരുന്ന് കുട്ടീനെ നോക്കിയാൽ മതിയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പൊ നമ്മൾ പഠിച്ച എഡ്യൂക്കേഷൻ അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയി. ഫോർ ദ ഉം. എക്കോണമി നമ്മൾ നോക്കുമ്പോൾ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ വരുന്നത്. ഉം. ഉം. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചതെന്ന് വെച്ചോളൂ, ഉം. അല്ലെ? ഗവൺമെന്റ് ഉം. നമ്മളെ കാശ് മുടക്കി പഠിപ്പിച്ചു. പക്ഷെ ഒരു ജോലി എടുത്ത് എക്കണോമിയിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഉം. യു ഡോണ്ട് ഹാവ് അഫോർഡബിൾ ചൈൽഡ് കെയർ. ഉം. എനിക്ക് തോന്നുന്നു കെയർ റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ടൈം ഉം. യൂസ് സർവേസ് ഒക്കെ പറയുന്ന അതാണല്ലോ, സ്ത്രീകളെ നമ്മൾ പുരുഷന്മാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 4-5 hours കൂടുതൽ സ്ത്രീകൾ കെയർ റെസ്പോൺസിബിലിറ്റീസിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഉം. ഇന്ത്യയിൽ. ഉം. അപ്പം നമ്മുടെ പോളിസീസിനൊന്നും അങ്ങനത്തെ ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഉം. അതായത് ഇപ്പോഴത്തെ ഒരു ലോസും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോളിസീസും ഒന്നും സ്ത്രീകളെ ശരിക്കും ലേബർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഉം. അതിൽ എനിക്ക് പറയാനുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിള്, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിളിൽ എഴുതിയായിരുന്നു, മറ്റേ LPG സ്കീം. ഉം. ശരിക്കും LPG സ്കീം കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താ? സ്ത്രീകള് വിറക് പോയി എടുക്കുന്ന ആ ഒരു ടൈം കുറയ്ക്കണം, അവരുടെ ടൈം പോവർട്ടി കുറച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു ഇന്റൻഷൻ ഉണ്ട് അതിന്റെ പിന്നിൽ. സോ ദാറ്റ് ദേ ക്യാൻ യൂസ് ദാറ്റ് ടൈം ഫോർ എ ബെറ്റർ തിങ്. അതാണ് അതിന്റെ ഇത്. 100% സ്ത്രീകൾ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് അതിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ജെൻഡർ ബഡ്ജറ്റിംഗിൽ അങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. പക്ഷെ അഗൈൻ വെൻ യു തിങ്ക് ഇൻ എ ലാർജർ സെൻസ്, ശരിക്കും അത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ് ചെയ്യുന്നത്, അല്ലെ? ഉം. കാരണം സ്ത്രീകൾ മാത്രമാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു രീതിയിലാണ് അവരതിനെ പോർട്രേ ചെയ്യുന്നത്. ലാർജർ ക്വസ്റ്റ്യൻസ് ഇൻ ദിസ്. നമ്മൾ ഉം. അങ്ങനെയൊക്കെ ചെയ്യേണ്ട, അങ്ങനെയാണോ ശരിക്കും പോളിസീസ് ചെയ്യേണ്ടത്, അങ്ങനെയാണോ പോളിസി ഡിസൈൻ ചെയ്യേണ്ടത്? ഉം. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളൊരു ജെൻഡർ റിലേറ്റഡ് പോളിസീസ് ജനറലി നോക്കുമ്പോൾ കാണുന്ന 2-3 ഇഷ്യൂസ് പറഞ്ഞാൽ, ഒന്ന് ഈ പ്രൊട്ടക്റ്റീവ് നേച്ചർ ആണ്. ഉം. എല്ലാത്തിലും ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ ആണ് ഉം. പ്രോമിനന്റ് ആയിട്ട് കാണുന്നത്. അവർക്ക് ഒരു ചോയ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോളിസി ഇന്റർവെൻഷൻ ഇസ് വെദർ ഇൻ എക്സ്പാൻഡിങ് ദർ ചോയ്സസ് ഓർ റെസ്ട്രെയിനിങ് ദർ ചോയ്സസ് ഒരു ക്വസ്റ്റനോ ഒരു ടെസ്റ്റോ നമ്മൾ ഒരിക്കലും ഒരു പോളിസിയിൽ ചെയ്യാറില്ല. ഉം. വി ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ദം. എപ്പോഴും അതാണ് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഇത്. സെക്കൻഡ്,
നമ്മൾ ചെയ്യുന്ന ഇപ്പം ഈവൻ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോഴാണെങ്കിലും അത് ആക്ച്വൽ ഇമ്പാക്ട് എന്താണെന്നൊരു സ്റ്റഡി എനിക്കൊന്നും ആരും ചെയ്യുന്നില്ല. ഒരു ചെക്ക് ലിസ്റ്റാ. ഓക്കെ, വിമന് വേണ്ടി ഇത്രയും രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തു, ആ ചെക്ക് Yeah. ലിസ്റ്റ് ടിക്ക് ചെയ്തു, കഴിഞ്ഞു. പക്ഷെ ഉം. അതല്ലാതെ ഐ ഡോണ്ട് തിങ്ക് എനിവൺ ഇസ് ഡൂയിങ് ഒരു പ്രോപ്പർ ഇമ്പാക്ട് ഇവാലുവേഷൻ സ്റ്റഡി ഇത് സ്ത്രീകൾക്ക് എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നു. ഉം. കാരണം നമ്മളിപ്പോ പറഞ്ഞല്ലോ മെറ്റേണിറ്റി ബെനിഫിറ്റും മെൻസ്ട്രൽ ലീവും പലതും പറഞ്ഞു. പക്ഷെ ഇതിനൊന്നും ഒരു പ്രോപ്പർ ഇവാലുവേഷൻ സ്റ്റഡി ആൾക്കാർ ചെയ്യാത്തതുകൊണ്ടാണ് അതിന് ഇമ്പാക്ട് അറിയാത്തത്. ഉം. അപ്പൊ അങ്ങനെ ഒരു ഇവാലുവേഷൻ സ്റ്റഡി അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു വളരെ റെഗുലർ ആയിട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഒന്ന് റീഓറിയന്റ് ചെയ്യാനെങ്കിലും പറ്റുള്ളൂ. ഓക്കെ, ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് അറിഞ്ഞൊന്ന് മാറ്റി ചെയ്യാൻ പറ്റുള്ളൂ. ഉം. അപ്പം അതുകൊണ്ട് പിന്നെ ഇപ്പം ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലാണെങ്കിലും എനിക്കൊന്ന് എക്കണോമിക് പാർട്ടിസിപ്പേഷനിലാണ് ഇന്ത്യ ഏറ്റവും മോശം. Out of the 3 major indicators, economic participation is the one where India is failing. അത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പർട്ടിക്കുലർ ലോ മാത്രം എടുത്ത് അമെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു എക്കോസിസ്റ്റം മൊത്തത്തിൽ ഇംപ്രൂവ് ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. ലോ മാത്രം എംപവർ ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. സ്ത്രീകൾക്ക് ജോലിക്ക് വരാൻ പറ്റണമെങ്കിൽ ബാക്കി കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. പക്ഷെ ഇതിന്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി മൊത്തത്തിൽ എംപ്ലോയറുടെ മുകളിൽ വെച്ചിട്ടും കാര്യമില്ല. യു ഹാവ് ടു ഫൈൻഡ് അതർ മെക്കാനിസംസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചിന്തിച്ചാലേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ വിമൻ ബിസിനസ് ആൻഡ് ലോ എന്നും പറഞ്ഞിട്ട് വേൾഡ് ബാങ്ക് ഇറക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട് എല്ലാ വർഷവും. ഈ വർഷത്തെ 2026 റിപ്പോർട്ടിൽ അവര് യൂഷ്വലി നോക്കിക്കൊണ്ടിരുന്നത് എത്രമാത്രം ഈ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് അവരുടെ മെയിൻ ഒരു ഫോക്കസ് ഏരിയ. ഓരോ രാജ്യങ്ങളിലും എത്രമാത്രം സ്ത്രീകൾക്ക് ലീഗൽ റെസ്ട്രിക്ഷൻ ഉണ്ട്, പേ ഗ്യാപ്പ് എങ്ങനെയാണ്, അങ്ങനത്തെ കുറെ മെട്രിക്സസ് ഉണ്ട് അവർക്ക്. അത് വെച്ചിട്ടാണ് അവര് അതിൽ റാങ്ക് ചെയ്യുന്നത്. ഇപ്പം ഇത്തവണത്തെ ഒരു വ്യത്യാസം 2026 റിപ്പോർട്ടിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ അവരൊരു പുതിയൊരു എലമെന്റും കൂടെ, അതായത് ഇംപ്ലിമെന്റേഷനിലേക്ക് വരുമ്പം എങ്ങനെയാണെന്നും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഡെഫിനറ്റ്ലി ലോ മാറിയത് കൊണ്ട് മാത്രം ചേഞ്ചസ് വരില്ല, ഇംപ്ലിമെന്റേഷനും കൂടെ നമ്മൾ നോക്കണല്ലോ. അപ്പൊ ഇത്തവണ ആ എലമെന്റും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ കാര്യത്തിൽ അവർ പറയുന്ന മേജർ ഒരു ഇഷ്യൂ, പലയിടത്തും ലോസ് എല്ലാം അവർ മാറ്റുന്നുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് പലതും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു SDG 5 ഗോൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലോസ് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ളതെല്ലാം ഇപ്പൊ അമെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്റ്റേറ്റ്സും അമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഈ ലേബർ കോഡ് വരുന്നതിന് മുമ്പ് ഒരുപാട് സ്റ്റേറ്റ്സ് അവരുടെ ഫാക്ടറീസ് ആക്ട് അമെൻഡ് ചെയ്തിട്ട് നൈറ്റ് ഷിഫ്റ്റുകളെല്ലാം മാറ്റി. നൈറ്റ് ഷിഫ്റ്റിൽ സ്ത്രീകളെ ജോലി ചെയ്യിക്കാം, അങ്ങനെയുള്ള ചേഞ്ചസ് എല്ലാം വരുത്തിയായിരുന്നു. അപ്പം ലീഗലി ഉള്ള ചേഞ്ചസ് വരുന്നുണ്ട്, പക്ഷെ ഇംപ്ലിമെന്റേഷൻ നോക്കുമ്പോൾ അത് ആക്ച്വലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതിന് വൺ ഓഫ് ദ റീസൺസ് അവർ പറയുന്നത് ഇതുപോലെ വിമൻ സേഫ്റ്റി ആണ്. എനിക്കൊന്നത് വേറൊരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യണം, കാരണം അത് അതിനാൽ തന്നെ ഒരു വലിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ. വിമൻ സേഫ്റ്റി ഒരു ഇഷ്യൂ ആണ്. കാരണം നമ്മുടെ പോഷ് പോലത്തെ ലോസ് ഒന്നും പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല. ആൾക്കാര് എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ പറഞ്ഞ ഇൻഫോർമാലിറ്റി ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത്. അപ്പോ പോഷ് പല ലോസും ഉണ്ടെങ്കിലും അത് ആക്ച്വലി ഇംപ്ലിമെന്റേഷനിൽ ഭയങ്കരമായിട്ട് അഗൈൻ അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കേരളത്തിൽ ഡിസ്കസ് ചെയ്യാൻ നമുക്കറിയാലോ, ബിക്കോസ് ഓഫ് ദ റീസെന്റ് ഇഷ്യൂസ്. സോ അത് ഒരു മെയിൻ കാര്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഓഫ് ജോബ്സ് ബീങ് ക്രിയേറ്റഡ്, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ക്വാണ്ടിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് വളരെ റീസെന്റ് ആയിട്ട്, എനിക്ക് തോന്നുന്നു 1 മാസത്തിന് മുമ്പ് അത് റിലീസ് ആയേക്കുന്നത്. കുറെ ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ്സ് ആ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഇതൊക്കെയാണ് മാറേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ പോകും. നമ്മുടെ സ്ത്രീകളാണ് 50%-ൽ ഉള്ള 50% പോപ്പുലേഷൻ അല്ലേ. സോ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന 5 ട്രില്യൺ എക്കോണമി ആകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അനു കുറെ ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ് പറഞ്ഞു, കുറെ ക്രിയേറ്റീവ് ഐഡിയാസ് പറഞ്ഞു. എനിക്ക് 1-2 അഡീഷൻ പറയാനുള്ളത്, അനു നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം 2 ടൈപ്പ് ലോസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് സ്ത്രീകൾക്കുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്ന ഫാക്ടറീസ് ആക്ടും ലേബർ കോഡ്സിനകത്തുള്ള കുറെ പ്രൊവിഷൻസും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കുറെ അവർക്ക് രാത്രി വർക്ക് ചെയ്താൽ അവർ സേഫ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഹസാഡസ് ആയ കെമിക്കൽസിനടുത്ത് വർക്ക് ചെയ്താൽ സേഫ് ആയിരിക്കില്ല, അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കുറെ ലോസ് ഉണ്ട്. അതേസമയം മെറ്റേണിറ്റി ബെനിഫിറ്റ്, മെൻസ്ട്രൽ ലീവ് ഒക്കെ പോലെ അവരെ സഹായിക്കാൻ വേണ്ടി, എൻകറേജ് ചെയ്യാൻ വേണ്ടി, വർക്കിലോട്ട് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചില ലോസ് വേറൊരു സൈഡിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നേരത്തെ അനു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇത് ഗവൺമെന്റ് ഒരു ലോ കൊണ്ടുവരുന്നതുകൊണ്ട് പല അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസും സംഭവിക്കും. റൈറ്റ്, നല്ല ഇന്റൻഷനോടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ലോസോ നല്ല ഇന്റൻഷനോടെ അവരെ എൻകറേജ് ചെയ്യാനുള്ള ലോസോ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഉദ്ദേശിക്കാത്ത രീതിയിൽ ചിലപ്പോൾ അവരെ കൂടുതൽ ഹയർ ചെയ്യാതിരിക്കാൻ സാധ്യത ഉണ്ടാവും. അല്ലെങ്കിൽ കമ്പനീസ് സ്ത്രീകളെ കൂടുതൽ സ്റ്റീരിയോടൈപ്പ് ചെയ്ത് ജോലിയിലേക്ക് എടുക്കാതിരിക്കാനുള്ള സിറ്റുവേഷൻ വരും. ഇപ്പം ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും. അതിന് പകരം
ഫേംസ് തന്നെ ഇത് സ്വന്തമായി ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഫേംസുമായിട്ട് അവരുടെ എംപ്ലോയീസിന് നെഗോഷിയേറ്റ് ചെയ്യാനുള്ളൊരു പോയിന്റ് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നൊരു കാര്യം പറഞ്ഞിരുന്നു, റൈറ്റ്? ഞാനും അത് ഭയങ്കരമായിട്ട് എഗ്രി ചെയ്യുന്നു. അതായത് ഇപ്പം നമ്മളിപ്പം ഹയർ ചെയ്യുന്ന കമ്പനീസിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ ഹയർ ചെയ്യുക എന്നുള്ളൊരു പോയിന്റ്, അപ്പോൾ അതിനകത്തൊരു ഓക്കെ നമ്മൾ ജെൻഡർ ഡൈവേഴ്സ് ആയ ഒരു കമ്പനി നമുക്ക് വേണം, അല്ലെങ്കിൽ മോറലി ശരിയാണ് എന്നൊക്കെ പറയുന്ന അതൊരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ അത് പലരും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ഒരു കമ്പനിക്ക് എപ്പോഴും അത്ര നല്ലതാണ്, റൈറ്റ്? ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ്സ് വരികയാണ്. ഇപ്പം ആണുങ്ങൾ മാത്രമുള്ള കമ്പനി ആകുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ജെൻഡർ ഡൈവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വെറുതെ ഒരു ജെൻഡർ ഡൈവേഴ്സ് എന്നുള്ളൊരു ഒപ്റ്റിക്സ് കാണിക്കുന്നതിലുപരിയായിട്ട് അവർ കൊണ്ടുവരുന്ന സ്ത്രീകൾ കൊണ്ടുവരുന്ന അവരുടേതായ രീതിയിൽ ഡൈവേഴ്സായ ഒപ്പീനിയൻസും ഐഡിയാസും കമ്പനീസ് വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ ഒരു ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടൊരു യൂസ് ഉണ്ട് സ്ത്രീകളെ ഹയർ ചെയ്യുന്നത് പല കമ്പനീസും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ത്രീകളെ കൂടുതൽ വേണ്ട കമ്പനീസ്, സ്കിൽഡായ സ്ത്രീകളെ വേണ്ട കമ്പനീസ് അവരുടെ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ലീവ്സ് എന്താണ്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണോ, മെൻസ്ട്രൽ ലീവ്സ് ആണോ, വേറെ എന്തെങ്കിലും ആണോ ബെനിഫിറ്റ്സ് ഉള്ളത്, അത് പ്രൊവൈഡ് ചെയ്യാനുള്ള നെഗോഷിയേഷൻ കമ്പനീസും എംപ്ലോയീസും തമ്മിൽ നടത്തുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. സ്റ്റേറ്റ് അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നതിനെക്കാട്ടും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം. വേറൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇപ്പം നമ്മൾ ഇപ്പം നേരത്തെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിനെ പറ്റി പറഞ്ഞു. റൂറൽ ഏരിയാസിലാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കുറച്ചും കൂടെ കൂടുതൽ. ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇൻകം കൂടുതലുള്ള ഫാമിലീസ് അല്ലെങ്കിൽ അർബൺ ഏരിയാസിലോട്ട് പോകുമ്പോൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കുറയുകയാണ്. സ്ത്രീകളുടെ ജോലിയിലേക്കുള്ള ഇത് കുറയുകയാണ്, റൈറ്റ്? ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എന്താ പറയുക, ഒരു ഇന്ത്യൻ ഫാമിലിക്ക് പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീനെ ജോലിക്ക് വിടണ്ട എന്നുള്ളതാണ് ഒരു ആറ്റിറ്റ്യൂഡ്, റൈറ്റ്? ഇപ്പോൾ പൈസ ആയിക്കഴിഞ്ഞാൽ നീ വീട്ടിലിരുന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം എന്നുള്ളതാണ് ഭർത്താക്കന്മാരുടെയൊക്കെ ഒരു ലൈൻ, അല്ലെങ്കിൽ മെയിൽ പാർട്ട്നേഴ്സിൻ്റെ ഒരു ലൈൻ അതാണ്. അപ്പം അതൊരു സൊസൈറ്റൽ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കേണ്ടത്. അതിനകത്ത് ഗവൺമെൻറ്റിന് കൊണ്ടുവരാനുള്ള ചേഞ്ചസ് വളരെ അതിനകത്തൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, റൈറ്റ്? ഗവൺമെൻറ്റിന് ആരുടെയും മനസ്സിൽ കയറിയിട്ട് മനസ്സ് മാറ്റാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ബയസുകളെയും സ്റ്റീരിയോ ടൈപ്സിനെയും ഒക്കെ മാറ്റാൻ ഗവൺമെൻറ് പോളിസീനെ കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ സോഷ്യൽ ചേഞ്ചസും മൂവ്മെൻറ്റ്സും പുസ്തകങ്ങളും സിനിമകളും കോൺവെർസേഷൻസും അതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ദാറ്റ് വിൽ ടേക്ക് ടൈം, റൈറ്റ്? അത് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പോളിസി വഴി നമ്മൾ ഈ സാധനം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ത്രീകളൊക്കെ ഹയർ ചെയ്യുന്ന കുറയും, നമ്മൾ കുറച്ചും കൂടെ ബാക്കൗട്ടാണ് പോകാൻ സാധ്യതയുള്ളത്, റൈറ്റ്? സോ അതാണ് വേറൊരു പോയിന്റും കൂടെ ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്, റൈറ്റ്? സോ നമുക്ക് കുറച്ചും കൂടെ സൊസൈറ്റൽ കോൺവെർസേഷൻസ് ആൻഡ് സൊസൈറ്റിയിൽ ഈ ചേഞ്ച് കൊണ്ടുവരുന്നതാണ്. അത് പിന്നെ മെല്ലെ കമ്പനീസിൻ്റെ ഹയറിങ്ങിനകത്തും എംപ്ലോയ്മെൻറ്റിനകത്തും ഗവൺമെൻറ് പോളിസിനകത്ത് ഈവൻ മെല്ലെ റിഫ്ലക്റ്റ് ആയിക്കോളും. ആൻഡ് ദാറ്റ് വിൽ ടേക്ക് ടൈം. ആൻഡ് സോ അതാണ് ഞാൻ ചിന്തിച്ച വേറൊരു കാര്യം. ഒറ്റ കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ. ഇപ്പം പ്ലീസ്. സോണൽ വാസ് സീയിങ് അബൌട്ട് പ്രൊഡക്ടിവിറ്റി, എന്താ പറയാ, ജെൻഡർ ഡൈവേഴ്സ് വർക്ക് പ്ലേസ്. അപ്പൊ നമ്മൾ ഈ ഫാക്ടറീസ് പ്രോജക്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ടയർ മാനുഫാക്ചറോട് സംസാരിച്ചപ്പം അവർ പറഞ്ഞൊരു കാര്യം, അവർക്കൊരു ഫെസിലിറ്റി മഹാരാഷ്ട്രയിലുണ്ട്. അപ്പൊ അവിടെ ഈ ലോ കുറച്ച് ഇത്ര റെസ്ട്രിക്റ്റീവ് അല്ല, രാത്രിയിലൊക്കെ സ്ത്രീകളെ ജോലി ചെയ്യിപ്പിക്കാം. അപ്പൊ അവര് ചെയ്തിരുന്നത്, ആദ്യമൊക്കെ സ്ത്രീകളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ നിയമം മാറി എന്ന് പറഞ്ഞാലും സ്ത്രീകളെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വർക്ക് ചെയ്യാനൊക്കെ പേരൻസ് ഒക്കെ ഭയങ്കര കുറച്ച് റെസിസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ ഒത്തിരി സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടല്ലോ. ഞാനത് ടച്ച് ചെയ്തില്ല എന്നേ ഉള്ളൂ, പക്ഷെ അതൊരു മേജർ ഫാക്ടറാണ്, സോഷ്യൽ സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട്. പക്ഷെ അവർ ചെയ്തിരുന്ന ഒരു കാര്യം എനിക്ക് നന്നായിട്ട് തോന്നി. അതായത് അവിടുത്തെ HR-ഉം അങ്ങനത്തെ ആ ഒരു HR ടീം പേരൻസിനെ ഉൾപ്പെടെ വിളിച്ച് പേരൻസിനെ അവർ ഒരാഴ്ച അവിടെ ആ കുട്ടിയുടെ കൂടെ താമസിക്കാൻ ഒരു ഓപ്ഷൻ അവർ കൊടുത്തു. അതായത് സോ ദാറ്റ് പേരന്റിന് കണ്ട് അത് വിശ്വസിക്കാം, എന്താണ് അവർ ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ജോലിയാണ്, എന്തൊക്കെ സെക്യൂരിറ്റിയും സേഫ്റ്റി അവർ എൻഷോർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണാനായിട്ട് അവരൊരു അവസരം കൊടുക്കുന്നുണ്ട്. പേരൻസിന് വേണമെങ്കിൽ വന്ന് അവരുടെ കൂടെ നിന്ന് ഇതൊക്കെ കാണാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവർ ആദ്യം ഇത് സ്ത്രീകളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫർട്ട് ചെയ്തു തുടങ്ങിയത്. അതായത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്തു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് സ്ത്രീകൾ കൂടുതലും ആ ഒരു ഫാക്ടറി ഫ്ലോറിലേക്ക് വന്നതിന് ശേഷം ഒരു 1-2 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ അവരൊരു സ്റ്റഡി ചെയ്തു എത്രമാത്രം ഇതിൽ പ്രൊഡക്ടിവിറ്റി ഡിഫറൻസ് ഉണ്ടെന്ന്. സർപ്രൈസിംഗ്ലി സ്ത്രീകൾ ഫാക്ടറി ഫ്ലോറിൽ വന്നപ്പോഴത്തേക്കും പ്രൊഡക്ടിവിറ്റി വളരെയധികം ഇംപ്രൂവ് ചെയ്തു എന്നാണ് അവരുടെ സ്റ്റഡീസ് പറയുന്നത്. കാരണം ഒന്ന് ജെൻഡർ ഡൈവേഴ്സ് ആയതുകൊണ്ടുള്ള പ്രത്യേകതകളായിരിക്കും അത്. പിന്നെ രണ്ട്, സ്ത്രീകള് കുറച്ചും കൂടെ ഈ ലീവ്സും കാര്യങ്ങളും ഒക്കെ വളരെ റെസ്ട്രിക്ട് ചെയ്ത് ആ കൃത്യം ഇതനുസരിച്ചിട്ടൊക്കെ എടുക്കുന്നു, സമയത്ത് ജോലി ചെയ്യുന്നു, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് ഉടായിപ്പ് കുറവാണ്. അതെ ഉടായിപ്പ് കുറവാണ്. എക്സാക്ട്ലി. അപ്പോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പം ബാക്കിയുള്ളവർക്ക് ഒരു പിയർ പ്രഷർ ആണല്ലോ, ഞങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ജനറലി പ്രൊഡക്ടിവിറ്റി കൂടിയെന്ന് പറഞ്ഞ് മൊത്തത്തില്. അപ്പൊ അതുകൊണ്ട് അവർക്കിപ്പോ കൂടുതലും സ്ത്രീകളെ എടുക്കാനാ താല്പര്യം. കാരണം അങ്ങനെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് ആയതുകൊണ്ട്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ് എന്നോട് പറഞ്ഞു. എങ്ങനെയാണ് അവർ ആ ഒരു സ്ത്രീകളെ കൊണ്ടുവരാനായിട്ട് ആ സോഷ്യൽ സ്റ്റിഗ്മയെ എങ്ങനെയൊന്ന് മറികടക്കാൻ ശ്രമിച്ചു,
അതെങ്ങനെ സക്സസ്ഫുൾ ആയി എന്നുള്ള ഒരു സ്റ്റോറി പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു സോഷ്യൽ സ്റ്റിഗ്മ ഇസ് എ വെരി ബിഗ് ഫാക്ടർ. പക്ഷെ സോണൽ ഒരു കാര്യമുള്ളത് എനിക്ക് തോന്നുന്നു, പോളിസിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് പോളിസി വീണ്ടും ഇതിനെ റീഇൻഫോഴ്സ് ചെയ്യാതിരിക്കാനെങ്കിലും ശ്രമിക്കണം. Yeah. Yeah. മാറ്റുന്നത് പോട്ടെ, Yeah. റീഇൻഫോഴ്സ് ചെയ്യരുത്. വീണ്ടും നമ്മൾ ഇതൊക്കെ തന്നെ നമ്മുടെ സോഷ്യൽ സ്റ്റിഗ്മകളും ബയസുകളും തന്നെ ഈ പറയുന്ന ലോസിലും പോളിസീസിലും വന്നതുകൊണ്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. Yeah, absolutely. ഡെഫിനറ്റ്ലി സോഷ്യൽ സ്റ്റിഗ്മ മാറാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. Yeah. ആക്ച്വലി സ്ത്രീകൾ വരുന്നതിനെ കൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂടുമോ എന്നുള്ളത് പ്രേക്ഷകർക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാം. മനു വന്നതിന് ശേഷം നമ്മുടെ പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ എന്ന് നോക്കിയാൽ മതി. സോ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ഈ പറയുന്ന നിലവിലുള്ള റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ലോസ് അമെൻഡ് ചെയ്യപ്പെടണം. ഡെഫിനറ്റ്ലി അത് മാറാനുള്ള സമയമായിട്ടുണ്ട്. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് വിമൻ വിൽ ഗെറ്റ് എ ചാൻസ്, ഒരു ചോയ്സ് കിട്ടും. അത് ജോലി ചെയ്യണോ വേണ്ടയോ, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചോയ്സ് കൊടുക്കണം. ഞാൻ പറയുന്ന ആരും നിർബന്ധിക്കണം, കമ്പൽസറിലി അവർ ജോലി ചെയ്യണം എന്നല്ല, പക്ഷെ സ്ത്രീകൾക്കൊരു ചോയ്സ് ഉണ്ടാവണം. രണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അതായത് ഈ പറയുന്ന ചൈൽഡ് കെയർ റെസ്പോൺസിബിലിറ്റീസ് ഒരു മേജർ കാര്യമാണ്. അപ്പം ഇതൊക്കെ എംപ്ലോയറുടെ മുകളിലൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇടുന്ന രീതിയിലുള്ള പോളിസീസ് അല്ലാതെ നമുക്ക് കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ കുറച്ച് ഇതിനെ ഈ റെസ്പോൺസിബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. മൂന്ന്, ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസീസും ലോസും ഒരിക്കലും ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിനെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല. കാരണം അതൊരിക്കലും സോഷ്യൽ സ്റ്റിഗ്മേനെയും ഈ നമുക്കുള്ള ബയസസിനെയും വീണ്ടും 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 നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മൾ കമത്തി വെച്ച കുടത്തിന് മുകളിൽ വെള്ളം ഒഴിക്കുന്നു എന്നുള്ള രീതി തന്നെയായി പോകും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ മാറണം. അപ്പം ഇതൊക്കെയാണ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറയാനുള്ളത്. സോ ഹോപ്പ് ദാറ്റ് വി വിൽ ഹാവ് എ ബെറ്റർ വേൾഡ് അഹെഡ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം ഞങ്ങൾ കുറേ ജെൻഡർ റിലേറ്റഡ് ലോസിനെ പറ്റി ഈ എപ്പിസോഡിൽ സംസാരിച്ചു. മെൻസ്ട്രൽ ലീവിനെ പറ്റി സംസാരിച്ചു, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിനെ പറ്റി സംസാരിച്ചു, ഫാക്ടറീസ് ആക്ടിനെ പറ്റി സംസാരിച്ചു, അങ്ങനെ പല റൂൾസിനെ പറ്റി സംസാരിച്ചു. നിങ്ങൾക്കും ഇതിനെപ്പറ്റി നിങ്ങളുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാവും. ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ എഴുതുക. അനു ഇതിനെപ്പറ്റി പല ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല ആർട്ടിക്കിൾസും കാര്യങ്ങളും നിങ്ങൾക്ക് CPPRന്റെ വെബ്സൈറ്റിൽ നോക്കാം. അതിനകത്ത് കുറച്ചെങ്കിലും ഞങ്ങൾ ഷോ നോട്ട്സിലിടാം. നിങ്ങളുടെ ഇതിനെപ്പറ്റിയുള്ള ഒപ്പീനിയൻസ് പറയുക. ഇതിനെപ്പറ്റി വീണ്ടും കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പുതിയ എന്തെങ്കിലും ടോപ്പിക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇന്ന് സംസാരിച്ച ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ അതും കമൻസിലിടാം. ഞങ്ങൾക്കത് സംസാരിക്കാൻ മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ പറ്റും. സോ അനു, താങ്ക് യു സോ മച്ച് ഇന്ന് ഞങ്ങളോട് ജോയിൻ ചെയ്തതിന്, ഇൻപുട്സ് എല്ലാം ഞങ്ങൾക്ക് തന്നതിന്. ഇറ്റ്സ് വെരി എൻലൈറ്റനിങ്. അനുവിൻ്റെ വർക്കിന് ഇനിയും മുന്നോട്ട് അടിപൊളിയായിട്ട് പോട്ടെ. ജെൻഡർ റിലേറ്റഡ് പോളിസീസിനെ പറ്റി ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് എല്ലാം ചെയ്യുന്നില്ല അനുവിൻ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ റൈറ്റ്, എല്ലാവർക്കും ബൈ. താങ്ക് യു.